അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വീട്, ജോലി, വിവാഹം, വെളിച്ചം, വഴികൾ, വെള്ളം, ഇങ്ങനെ ഒരു അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. വിവാഹം ഒത്തുവരാത്തവരുണ്ട് ഈശോയെ. ഒത്തുവന്ന വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഈശോയെ. അതുപോലെ ഒത്തുവന്ന വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വീട്ടിൽ വന്ന് കർത്താവ് പരസ്പരം വഴക്കിടുന്നവരുണ്ട്. ഞാൻ അന്നേ പറഞ്ഞല്ലോ വിചാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു വഴക്കും ആരും തമ്മിലിടരുത്. കർത്താവ് നിങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഭവന നിർമ്മാണത്തിൻ്റെയും ഭവന പുനരുത്ഥാനത്തിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകൾ കർത്താവ് ഒരുങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു.
ഇൻ്റർവ്യൂ ടെസ്റ്റിനും പങ്കെടുക്കുന്ന ഇന്നത്തെ പ്രത്യേക ദിവസത്തെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കെതിരെ വരുന്ന എല്ലാവിധ ചലഞ്ചുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള പരിശുദ്ധ ദേവമാതാവ് സഞ്ചാരി മാതാവിൻ്റെ ശക്തി സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതായത് നമ്മൾ ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്നത് ഒരു ശാന്തമഹാസമുദ്രം പോലെയാണ്. അതേപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രവും. സ്വർഗസ്ഥനായ പിതാവിൽ അറ്റ്ലാന്റിക് സമുദ്രം, ദൈവാനുഭവത്തിൻ്റെ അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്, ശാന്തമഹാസമുദ്രമുണ്ട്. അതാണ് എനിക്ക് കുഴപ്പം തോന്നിയിരിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമാണ്. കാര്യം നമുക്ക് എത്ര ഓരോരോ ദിവസങ്ങളിൽ ഓരോരോ രൂപഭാവങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ ഇങ്ങനെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും നമ്മളെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ. എനിക്കാണത് അഭിഷേകം കിട്ടാൻ സാധ്യതയുള്ള പ്രാർത്ഥന. ഇപ്പം ഞങ്ങളുടെ സമയത്തൊക്കെ പറയുമ്പോൾ ഭയങ്കര കോമഡിയായിരുന്നു. പ്രാർത്ഥിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില ആൾക്കാർക്ക് പുല്ലുവായും കെട്ടി രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും മുറിയിൽ പോയി എന്നിട്ട് വായു വലിച്ചു വിടും, തിരിച്ചു വിടും. അപ്പം ഇതൊക്കെ ആരോ പ്രാർത്ഥനയാണെന്ന് ഇവർ തലേക്കയറ്റിയിരിക്കണ കാരണം അതാണ് പ്രാർത്ഥന. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു അത് ചെല്ലാനുള്ള ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അഭിഷേകം കിട്ടും. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കേണ്ട ആൾക്കാരെ വണ്ടി ഓടിക്കണല്ലേ, വണ്ടി ഓടിക്കണ എല്ലാവരും ലൈസൻസ് ഉള്ളവരാണ്. പിള്ളേരൊക്കെ വണ്ടി ഓടിക്കണല്ലേ. സ്വർഗസ്ഥനായ പിതാവിലെ ആൾക്കാർ ചെല്ലണ ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കലാണ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഞാൻ നിന്നെ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ അനുഗ്രഹിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്തെ അഭിഷേകം വരും. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവ പൈതൽ ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത് സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനോട് ലൈസൻസ് ചോദിക്കണം. അല്ല ആ പ്രാർത്ഥന കാണാൻ പഠിച്ചെന്ന് പറഞ്ഞ് ലൈസൻസ് കിട്ടണമെന്നില്ല. വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കെല്ലാം ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നീ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ. ഇപ്പം നമുക്ക് ദൈവപിതാവിൻ്റെ അടുത്ത് ഈ ലോകത്ത് ഏറ്റവും വലിയ ത്രില്ല് എന്താണെന്ന് അറിയാമോ? ഏറ്റവും വലിയ ത്രില്ല് എന്താണ്? പാപമില്ലാതെ ഒരു ദിവസമെങ്കിലും ജീവിക്കാനാണ് ത്രില്ല്. ഈ ലോകത്ത് ഏറ്റവും വലിയ ത്രില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? പാപമില്ലാതെ എന്നാൽ പുണ്യത്തോടു കൂടി ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റുന്നതാണ് ത്രില്ലെന്ന് പറഞ്ഞാൽ. ചാലഞ്ചാണ്. ലോകത്തോടും ശരീരത്തോടും പിശാചോടും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ജീവിക്കുന്നതിനുള്ള നിസ്സാര കാര്യപരമാണ്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ്. കാര്യം ഇപ്പം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയണില്ലേ? അപ്പോഴെന്താണ്? അതായത് കർത്താവ് ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന്. അതാരാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയണത്? ആരോടാണ്? നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നു, പരമപിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ പിതാവും ഈശോ ഒന്നായത് കൊണ്ട് ആ പ്രാർത്ഥന ഓട്ടോമാറ്റിക്കായിട്ട് ഈശോയോടും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അനുഗ്രഹം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് സ്വർഗസ്ഥനായ പിതാവിനോട് ഈശോ പറയാതെ പറഞ്ഞു വെക്കണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളിനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കർത്താവ് ഇന്ന് ഞാനൊരു പാവം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ദൈവപൈതൽ ആഗ്രഹിച്ചാൽ അത് കിട്ടാനുള്ള സാധ്യത തരാനുള്ള ആളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ആ തരാനുള്ള ആൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മൾ സീരിയസ് ആയിട്ട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ടാണ് അത് പറയണമെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ക്രമേണ പ്രലോഭനങ്ങളുടെ മേലെ നമുക്ക് വിജയം വരിക്കാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്ക് വലിയ പ്രശ്നമാണെന്ന് പാപരഹിതമായി പുണ്യത്തിൽ ജീവിക്കുന്നത്. അത്രയ്ക്ക് വലിയ പ്രശ്നമല്ല. നമുക്കൊരു കൃപ കിട്ടിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ആ കൃപ തരാൻ ദൈവത്തിന് ഇഷ്ടമായത് കൊണ്ടാണ് ദൈവം അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഈ പ്രലോഭനം മാത്രമല്ല, അങ്ങയുടെ നാമം പൂജിതമാകണമെന്നുള്ളതും നമ്മൾ ജീവിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നാമം പൂജിതമാകുന്നുണ്ടു എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് ആ പ്രാർത്ഥന വെളിപ്പെടുത്തിയിരിക്കുന്നത്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നു വേണ്ട ആഹാരത്തിന് ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഗവൺമെൻറ്
ഇന്ന ഗവൺമെൻറ് ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷാ ബില്ല് പാസ്സായെന്നൊക്കെ പറയല്ലേ, അത് സ്വർഗം പാസ്സാക്കിയിരിക്കേണ്ട ഭക്ഷ്യസുരക്ഷാ ബില്ലാണത്. എന്താണത്? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അത് സത്യസന്ധമായിട്ട് ആ പ്രാർത്ഥന, ഒരു മനുഷ്യന് ചെല്ലാനുള്ള ലൈസൻസ് ദൈവസ്നേഹം കിട്ടിയ ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന ചെല്ലണമെങ്കിൽ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം വേണം. അത് കിട്ടിയാൽ ലൈസൻസായി. പ്രാർത്ഥന ചെല്ലണമെങ്കിൽ എന്തൊക്കെ വേണം? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യം ദൈവിക പുണ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥന ചൊല്ലാനുള്ള ലൈസൻസായി. ആ ലൈസൻസോട് കൂടി, വിശ്വാസത്തോടു കൂടി, പ്രത്യാശയോടുകൂടി, ദൈവസ്നേഹത്തോടു കൂടി ആണ് നമ്മൾ ദൈവത്തോട് പറയുകയാണ് അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ തരാനുള്ള പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് അത് പ്രാർത്ഥനയും ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തരേണ്ടത് ദൈവമാണ്, ആ പ്രാർത്ഥന തന്നിരിക്കുന്നത് ദൈവമാണ്. അപ്പോൾ എന്ത് എളുപ്പമായെന്ന് നോക്കിയേ. ഓക്കെ അല്ലേ? അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മമ്മിയാണ്. എൻ്റെ മമ്മി ഉടമ്പടി എടുക്കുന്നത് 2018 2018 മമ്മി ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ഏജൻറ്റ് ക്രൂ ആയിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു ആദ്യം ഞാൻ സൗദി അറേബ്യയിൽ പോകുന്നത്. പക്ഷേ എൻ്റെ ഡേറ്റ ഫ്ലോയിൽ എന്തോ പ്രോബ്ലം വന്നിട്ട് എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ലീവിന് വരുന്ന സമയമായപ്പം ഞാൻ എന്നിട്ട് ആ ഡേറ്റ ഫ്ലോ എനിക്ക് കറക്റ്റ് സമയത്തിന് അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് തിരിച്ച് 3 മാസത്തിനുള്ളിൽ എനിക്ക് തിരിച്ച് വരേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. വരുന്നതിന് 2 ദിവസം മുമ്പ് മമ്മിയോട് ഞാൻ വിളിച്ച് പറഞ്ഞു, മമ്മി ഇന്ന് എനിക്ക് ഡേറ്റ ഫ്ലോ ഇവിടെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വരേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് HR ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അപ്പോൾ മമ്മി പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. മമ്മി പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എല്ലാം ശരിയാവും മോളെ എന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസമായപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയിപ്പം എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പക്ഷേ എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓറൽ ഇൻ്റർവ്യൂ കിട്ടിയായിരുന്നു. പക്ഷേ റിട്ടേൺ ഇൻ്റർവ്യൂവിൽ എനിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി കഴിഞ്ഞപ്പം എനിക്കെങ്ങനെയോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ പോയതാണ്. എന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് പോയതാണ്. അങ്ങനെ മമ്മി പറഞ്ഞു, മമ്മി പ്രാർത്ഥിച്ചു, എനിക്ക് വരേണ്ടതായിട്ട് വരും എന്ന് വിചാരിച്ചു. ഞാൻ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോഴത്തേനും HR ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, നിൻ്റെ ഡേറ്റ ഫ്ലോ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, ഇവിടെ നിൻ്റെ ഏജൻസി എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, നിനക്ക് കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം ഈ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ 2 വർഷം കൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊറോണയൊക്കെ വന്ന സമയത്ത് ഞാൻ എക്സിറ്റ് വരികയായിരുന്നു ആ ഹോസ്പിറ്റലിൽ നിന്ന്. പെട്ടെന്ന് എനിക്ക് കുഴപ്പമില്ലാതെ ആ ഹോസ്പിറ്റലിൽ ജോലിയെല്ലാം നടന്നു, കുഴപ്പമൊന്നും ഇല്ലാതിരുന്നായിരുന്നു. എൻ്റെ മമ്മിക്ക് ഒരു മെഡിക്കൽ ഇഷ്യൂസ് വന്നപ്പം ഞാൻ എക്സിറ്റ് സഡൻലി വന്നു കഴിഞ്ഞു. ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അന്ന് ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്യാതെ മാതാവിനോടൊന്ന് കണ്ട് പ്രാർത്ഥിച്ചു പോയി. അച്ഛനെ കാണണമെന്നുള്ളൊരു തിടുക്കത്തിൽ പോയി. പിന്നെ ഞാൻ 2021 ഞാൻ പിന്നെയും പോകുന്നു, സൗദിക്ക് റിട്ടേൺ സൗദിയും ഞാൻ പോയി. അവിടെ വെച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ ഹോസ്പിറ്റലാണ്, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. എനിക്ക് ഒരുപാട് തടസ്സങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷേ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പം അപ്പോഴാണ് മമ്മി വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അവിടെയാണെങ്കിൽ കുറേ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, നഴ്സുമാരെല്ലാവരും പറഞ്ഞു, സീനിയേഴ്സ് ആയിട്ടുള്ള നഴ്സുമാർ പറഞ്ഞു, ഇങ്ങനെ കൃപാസന മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വേണമെങ്കിൽ എനിക്കത് എവിടെ നിന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള പ്രാർത്ഥിക്കാനുള്ളതൊക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ചോദിക്കുമായിരുന്നു. എനിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് അറിയണം, അതിനെക്കുറിച്ച് ഞാൻ മമ്മിയുടെ കൂടെ ഒരു പ്രാവശ്യം പോയെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് പ്രാർത്ഥന കിട്ടുമെങ്കിൽ തരണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് സൗദി അറേബ്യൻ കൺട്രി അല്ലേ, അപ്പം കൂടുതലും ഉള്ളത് സൗദി നേഴ്സുമാരാണ്. പിന്നെ ഒരുപാട് പേര് ഞാനിപ്പം മാതാവിനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും കൊന്തയും കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കും. പിന്നെ ആണെങ്കിൽ എനിക്ക് ഇങ്ങനൊരു മാതാവിൻ്റെ ഉടമ്പടി എടുത്ത കാശ് രൂപ അല്ലാതെ 1 രൂപ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഒരു സിസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു.
അതും പിടിച്ചിട്ട് ഞാൻ എന്ന് നടക്കും, പ്രാർത്ഥിക്കും. എപ്പോഴും കയറുന്നതിന് മുമ്പും നഴ്സുമാരാണല്ലോ, അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലേ കയറൂ. അപ്പോൾ എനിക്ക് കിട്ടുന്ന പേഷ്യൻസിനെ കുറിച്ചും അവരുടെ കെയറിനെ കുറിച്ചും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എൻ്റെ ടൈമിൽ ഞാൻ ICUലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ടൈമിൽ ഒരു പേഷ്യൻസും പോകാനായിട്ട് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആയിരിക്കും എനിക്ക് എപ്പോഴും കിട്ടുന്നത്. എനിക്ക് എല്ലാ ജോലിയും ടഫായിട്ടായിരുന്നു. എനിക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും നോർത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പപ്പ അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നതും. അങ്ങനെ ഞാൻ നോർത്തിലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് കൂടുതലും മലയാളത്തിനോട് വലിയ വശമില്ലായിരുന്നു. അപ്പം മലയാളി ആണെങ്കിലും കൂടുതലും മലയാളത്തിലൊന്നും ഞാൻ സംസാരിക്കാറില്ലായിരുന്നു. കൂടുതലും നോർത്ത് ഇന്ത്യൻ ഭാഷയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം എനിക്ക് 3-4 പ്രാവശ്യം ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ എനിക്ക് കുറേ പ്രോബ്ലം ഉണ്ടായി. ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നല്ലോ വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് പ്രോബ്ലം ഉണ്ടായപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായി. പക്ഷേ ആ ഇഷ്യൂസ് എല്ലാം ഞാൻ മാതാവിൻ്റെ ഇത് വെച്ചിട്ട് രൂപം കയ്യിൽ കാശ് രൂപം അല്ലാത്ത രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും രാവിലെ എനിക്ക് അറിയത്തില്ലായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഡെയിലി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനെല്ലാം എനിക്ക് ആ തടസ്സങ്ങളെല്ലാം അവസാനം വരുമ്പോഴത്തേനും എനിക്ക് മാറിപ്പോകുന്നതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്തു, എന്തോ എൻ്റെ കൂടെ ഒരു ശക്തിയുണ്ട്. അപ്പം ഞാനാണെങ്കിൽ പിന്നെയും മാതാവിനോട് അടുക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ എനിക്ക് ഈ മാതാവിൻ്റെ പ്രാർത്ഥന എനിക്ക് കിട്ടി. അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാത്രിത്തെ സായാഹ്ന പ്രാർത്ഥനയും എല്ലാം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ രൂപവും ഫോട്ടോയും എല്ലാം ഞാനാണെങ്കിൽ റൂമിൽ ഒട്ടിച്ചു വെച്ചു. അവിടെ അലോഡ് അല്ലെങ്കിലും ഞാൻ ഒട്ടിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ദിവസം രാത്രിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ നൈറ്റ് ഷിഫ്റ്റ് പോയേക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് ഒരുപാട് ഷിവറിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടും ഉണ്ടായപ്പോഴത്തേനും ഞാൻ മാതാവേ, എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണ്ട, എനിക്ക് വീട്ടിൽ പോയാണെങ്കിലും മതി എന്ന്, എനിക്ക് ലീവ് കിട്ടാനായിട്ട് സാഹചര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് കാല് കുത്തി നടക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്ക് കൈ കൊണ്ട് എനിക്ക് എണീച്ച് മാതാവിൻ്റെ രൂപം തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എനിക്കൊന്ന് പറ്റിയാൽ മതി. അങ്ങനെ മാതാവ് അവിടെയും രക്ഷിച്ചു എന്നെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് 3 പ്രാവശ്യം എനിക്ക് കൗൺസിലിംഗ് ലെറ്റർ ആണെങ്കിൽ തന്നു. ഞാൻ പോലും അറിയാത്ത തെറ്റിന് എന്നെ കുറേ സൗദികൾ എന്നെ ക്രൂശിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും അവസാനം പറഞ്ഞു, നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ മാനേജറിന് വേണ്ടി കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെന്നും വെച്ചിട്ട് ഞാൻ കംപ്ലയിൻ്റ് ഒന്നും കൊടുത്തില്ല. അപ്പം അവസാനം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്ക് മെയിൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് നാളെ മുതൽ നിനക്ക് ഡ്യൂട്ടിക്ക് വരണ്ട, നിനക്ക് ടെർമിനേഷൻ തരുവാന്ന്. സഡൻലി എനിക്ക് എന്ത് പറ്റി ടെർമിനേറ്റ് ആവാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ടു. ഞാൻ എൻ്റെ ഭർത്താവിനെ അറിയിച്ചു. അങ്ങനെ അറിയിച്ചിട്ട് ഞാനാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് പറഞ്ഞു, കുഴപ്പമില്ല, നീ ആണെങ്കിൽ എന്തുവാണെങ്കിലും എന്ത് ഇഷ്യൂ ആണെങ്കിലും നീ നാട്ടിൽ വന്നു, കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ നിനക്ക് കൂടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നു. ആ സമയത്ത് ടെർമിനേഷനാന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, എന്നാൽ ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സിറ്റ് വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാനാണെങ്കിൽ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, എല്ലാം കഴിഞ്ഞു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാതാവേ, ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിടുവാണെങ്കിലും എനിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിറ്റേ ദിവസം മുതൽ അവിടെ ഈദ് നടക്കുക. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു ചാൻസ് ഞങ്ങൾ തരാം, നീ വർക്ക് ചെയ്യുന്ന ICUലാണ്, ICUയിൽ നിന്നും നിനക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ, നിനക്കാണെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങളൊരു ചാൻസ് തരാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്, അവരൊരു ചാൻസ് തന്നെയല്ലേ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ സപ്പോർട്ടിങ് ആയിട്ടുള്ള കുറേ നഴ്സുമാർ പറഞ്ഞു, കുഴപ്പമില്ല, എന്നാലും നിനക്കൊരു ചാൻസ് കിട്ടിയതല്ലേ, നീ അത് കളഞ്ഞിട്ട് പോരണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മാതാവിനോട് 1000 നന്ദി പറഞ്ഞു. ഡേറ്റ് ഇട്ട് ഞാൻ 27-ാം തീയതി വരും എന്ന് വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ തിരിച്ച് വരും, എൻ്റെ വീട്ടിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ മാതാവ് 27-ാം തീയതി എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നപ്പം മാതാവ് ഞാൻ 26-ാം തീയതി തന്നെ എനിക്ക് അവർ വേറൊരു ജോലി തന്നു, വേറെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മാറ്റി. അതിൽ കൂടുതൽ ശമ്പളത്തോടു കൂടി ഞാൻ അവിടെ ജോലിയിൽ കയറുകയും ചെയ്തു. ICUയിൽ കിട്ടിയതിനേക്കാട്ടി കൂടുതൽ കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അന്ന് തന്നെ
നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തു നാട്ടിൽ വന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തു കഴിഞ്ഞു ഇവിടെ വന്നു. ഞാൻ അത് കഴിഞ്ഞ് അന്ന് തന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഞാനിവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. മാതാവിന് വേണ്ടി നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് എൻ്റെ പേരൻസായിട്ട് കുറച്ച് പ്രോപ്പർട്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് നാളായി സെയിലാവാനും കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അതും ഞാൻ മാതാവിൽ വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അത് മാതാവ് എനിക്ക് സാധിച്ചു വന്നു. ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു പോകുന്നതും ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങാനാണെങ്കിലും എല്ലാത്തിനും എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒരുപാട് സഹായിച്ചു. 2013 എനിക്കെൻ്റെ പേരൻസ് തന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2018 മുതൽ അത് വിൽക്കുവാനും അതിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഒരുപാട് തടസ്സങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴിയുടെ പ്രോബ്ലം, അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. 2018 മുതൽ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. പക്ഷെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2024 26 തീയതി ഓഗസ്റ്റ് മാസം ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഒരാൾ വന്നു. അത് സെയിലാവുകയും ഞാൻ സെപ്റ്റംബർ 1 തിരിച്ചു പോവുകയാണ്. ഇതിൻ്റെ വിഷുവിന് വേണ്ടി സൈൻ ചെയ്യാൻ വേണ്ടി വന്നത്. എന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരികയും ചെയ്തു. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു സ്ഥലം ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പള്ളിയോട് ചേർന്നുള്ള സ്ഥലമായിരുന്നു അത്. എനിക്ക് ഇനി ഒരു സ്ഥലം കിട്ടുവാനായിട്ട് പെട്ടെന്നൊന്നും പറ്റത്തില്ലല്ലോ, ഒരു സ്ഥലം ഉണ്ടാവാനും പറ്റത്തില്ല. എൻ്റെ പേരിലായിട്ടും എനിക്ക് ഭർത്താവിൻ്റെ പേരിലായിട്ടും ഒന്നും കിട്ടത്തില്ലല്ലോ. ഒരു 5 സെൻറ്റ് സ്ഥലമെങ്കിലും ദൈവമേ എനിക്ക് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞു. പക്ഷേ 21 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി സ്വർണ്ണമോ പണമോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആരൊക്കെയോ വഴിയായിട്ട് എനിക്ക് 21 ദിവസത്തിനുള്ളിൽ 20 സെൻറ്റ് സ്ഥലവും ദൈവം എനിക്ക് തന്നു. ഞാൻ ഒരുപാട് കോടാനുകോടി നന്ദി ദൈവത്തിന് പറയുന്നു. അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ മാതാവിൽ വിശ്വസിക്കുകയും എനിക്കത് കഴിഞ്ഞിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു മാതാവ്. ഞാൻ 6 നിയോഗങ്ങൾ ഇതിനകത്ത് വെച്ചു. അച്ഛൻ പറയാറുണ്ട് 5 നിയോഗങ്ങളെന്ന്. പക്ഷെ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. 6 നിയോഗങ്ങളിലും എനിക്ക് 4 നിയോഗങ്ങൾ സാധിച്ചു. ഇനി 2 നിയോഗങ്ങൾ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഉപ്പും എല്ലാം ഞാൻ മറ്റുള്ള സിസ്റ്റേഴ്സിനും നഴ്സുമാർക്കും പിന്നെ രോഗിയായിട്ട് കിടക്കുന്നവർക്കും എല്ലാവർക്കും കൊടുക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ഈ കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ പത്രം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഇംഗ്ലീഷ് പത്രവും മേടിച്ചുകൊണ്ട് പോയി കൊടുക്കാറുണ്ട്, മലയാളം പത്രവും കൊടുക്കാറുണ്ട്. പിന്നെ ഇംഗ്ലീഷ് പത്രം ഞാൻ ഫിലിപ്പീൻസ് ആയിട്ടുള്ളവർക്കും പിന്നെ എനിക്കറിയുന്ന ഡോക്ടേഴ്സിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കുറേ എല്ലാ ആഴ്ചകളിലും ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള ഞങ്ങളുടെ ഏരിയയിലുള്ള ഈ ചവറുകളൊക്കെ പറക്കാൻ വരുന്ന അവർക്കൊക്കെ ഞാൻ ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ ആഴ്ചയിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല, അതിൽ കൂടുതൽ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രോഗികളായിട്ടുള്ളവരും എല്ലാം പറഞ്ഞിട്ടുള്ളവർക്കും അവർക്കും പിന്നെ അനാഥാലയത്തിലും എല്ലാം ഞാൻ പൈസ കൊടുത്ത് എല്ലാ മാസവും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് ഒതുങ്ങുന്ന രീതിയിൽ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയും സഹായങ്ങൾ തന്നു ഇത്രയും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനും എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ല രീതിയിലുള്ളൊരു പൊസിഷൻ തന്ന മാതാവ് എനിക്ക് ഇപ്പോഴും നിൽക്കുന്നതിൽ ആ സൗദി അറേബ്യയിൽ തന്നെ ആ ജോലി ചെയ്ത ആ ഹോസ്പിറ്റലിൽ തന്നെ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യാനും സാധിച്ചതിലും നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിച്ചതിലും അമ്മ മാതാവിനും ദേവകുമാരനും 1000 നന്ദി. പിന്നെ ഞങ്ങൾക്ക് വസ്തു വാങ്ങാൻ കഴിഞ്ഞതിലും അമ്മ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഇപ്പോഴും ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ആ വസ്തുവിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, എങ്കിലും മാതാവ് ഒരുപാട് നന്ദിയോടുകൂടി ഇപ്പോഴും മാതാവിനോട്. പ്രഭാഷകൻ 2:11 കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ഡയാന ജോബിറ്റ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. സഹോദരി ആദ്യം പങ്കുവച്ചത് വിദേശത്തുള്ള ജോലിയിലൊരു ടെർമിനേഷനും എന്ന കാര്യത്തെയാണ് സൂചിപ്പിച്ചത്. വലിയ പ്രതിസന്ധിയും ജോലി നഷ്ടപ്പെടലും ഒത്തിരി ആന്തരികമായ സംഘർഷങ്ങളിലൂടെയും പോയ നാളുകളിലാണ് അമ്മ മാതാവിനെ അറിയുന്നതും മാതാവിനോട് പ്രാർത്ഥിക്കുന്നതും കൃപാസന മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം തേടി ഈ വലിയ അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റുവാനായി
മാധ്യസ്ഥ സഹായം തേടുകയും ചെയ്യുന്നത്. ശരിക്കും മകൾ ഉള്ളുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോരുവാൻ തീരുമാനിച്ചു. ഇവിടെ വന്നിട്ട് മറ്റെന്തെങ്കിലും ജോലി നോക്കാം എന്ന ഒരാലോചനയിലാണ്. തൻ്റെ ജീവിതം മുഴുവനും അവിടെ തീരുകയാണ്. മുന്നോട്ടിനി പോകുവാനാവില്ല, ജോലി നഷ്ടപ്പെടുന്നു, വിദേശത്തുള്ള ജോലിയിൽ നിന്ന് നാട്ടിലേക്ക് പോരണം. ഇതൊക്കെ ഏതാണ്ട് ഉറപ്പിച്ച ദിവസമാണ് അമ്മയുടെ അരികിലേക്ക് നിയോഗം കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. ജീവിത പങ്കാളിയെ വിളിച്ച് കാര്യങ്ങളൊന്നും ശരിയായില്ലെന്നും ടെർമിനേഷനാണ് അവസാനം പറയുന്നതെന്നും പോരുകയാണെന്നും ഒക്കെ അറിയിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഭർത്താവ് തിരികെ പോരുവാൻ പറഞ്ഞു, നമുക്ക് നാട്ടിൽ വന്ന് കാര്യങ്ങൾ ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആശ്വസിപ്പിച്ച് ഏതാണ്ട് വലിയ വേദനയുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴാണ് അതേ ദിവസം തന്നെ മകളെ വിളിച്ചിട്ട് പറയുന്നത്, അടുത്ത ദിവസം മുതൽ നിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് മാറി നീ എന്ന ജോലിക്ക് കയറുവാനായിട്ട്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് മുൻപായിരുന്ന ICUവിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്ഥലമാറ്റം കൊടുക്കുന്നു. അതോടൊപ്പം മുൻപുണ്ടായിരുന്ന സാലറിയിൽ നിന്നും മെച്ചപ്പെട്ട സാലറി അനുവദിച്ചു കൊടുക്കുന്നു. എന്തുമാത്രം ക്ലേശം, മാനസിക സംഘർഷം ഉണ്ടായിരുന്നുവോ അതിൽ നിന്ന് അത്ഭുതകരമായ സമാശ്വാസവും ഉദ്യോഗ കയറ്റവും ജീവിതത്തിന് കുറേ കൂടി സുരക്ഷിതത്വവും നൽകുവാൻ അമ്മ മാതാവ് സഹായിച്ചതാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് മകൾ ആ ജോലി കിട്ടുമ്പോൾ തന്നെ അമ്മ മാതാവിൻ്റെ അരികിൽ നന്ദി പറയുവാൻ തീർത്ഥാടക ഉടമ്പടി എടുക്കുവാനായി കൃപാസനത്തിൽ വരുന്നു. അത് വന്ന കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 26-ാം തീയതിയാണ് മകൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോഴുള്ള ഒരു പ്രധാന നിയോഗം 2013 കയ്യിൽ കിട്ടിയ ഒരു സ്ഥലം ഓഹരി 18 മുതൽ വിൽക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലം, ഒത്തിരി തടസ്സങ്ങൾ കാരണം അത് വിറ്റുപോകാതെ വില ചേരാതെ പലരും വന്ന് കണ്ട് ഉപേക്ഷിച്ചു പോകുന്ന ഒരു പുരയിടം, അത് വിറ്റുപോകുവാൻ വേണ്ടി നിയോഗം മകൾ അതിൽ എഴുതി സമർപ്പിക്കുന്നുണ്ട്. മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പിറ്റേ ദിവസം ഓഗസ്റ്റ് 27-ാം തീയതി ഒരു കൂട്ടർ വന്ന സ്ഥലം കാണുന്നു. ആ സ്ഥലം അന്ന് തന്നെ അത് വിറ്റുപോവുകയും അതിൻ്റെ എല്ലാ നടപടിക്രമത്തിനും ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് തന്നെ തിരികെ വിദേശത്തേക്ക് ജോലിക്ക് പോകുവാൻ മകൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 2004 ഡിസംബർ 7-ാം തീയതി അമ്മ മാതാവ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന സന്ദേശം കൈമാറുന്നത്. അന്ന് മുതൽ നമ്മൾ കാണുന്ന ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു തനത് ഫീച്ചറാണ്, പ്രത്യേകതയാണ് സമയച്ചുരുക്കമെന്നത്. ഏറെ നാളായി പലതരത്തിൽ ഒരിക്കലും സംഭവിക്കില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ അവസാനിച്ചുവെന്ന് കരുതുന്ന ഇടങ്ങളിലൊക്കെയും അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൽ ജീവിതത്തിന് വലിയ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് നമുക്കെപ്പോഴും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതും ഈ സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യങ്ങളായിരിക്കും. കാരണം സമയത്തിന് മേൽ തനിക്ക് അധികാരമുണ്ടെന്ന് തൻ്റെ തിരുക്കുമാരൻ കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുന്നത് തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ സമയം നേരത്തെയാക്കിക്കൊണ്ട് താൻ അവിടെ ഇടപെട്ടതുപോലെ തന്നെ തന്നിൽ ആശ്രയിച്ച് ജീവിതം സമർപ്പിച്ച് നിലവിളിക്കുന്നവർക്ക് തൻ്റെ സാന്നിധ്യത്തിലൂടെ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശകാലത്തും ഞാൻ കൂടെ നിന്ന് സമയം ചുരുക്കി ജീവിതത്തെ സമാധാനത്തിലേക്കും ശ്രേയസ്സിലേക്കും നയിക്കുമെന്ന ഉറപ്പ് കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ മാതാവ് നിരന്തരം ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന മക്കൾക്ക് കൈമാറുന്നുണ്ട്. മകൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ആ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിന് തലേന്ന് തന്നെ ജോലി ലഭിച്ചത് മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഈ സമയത്തിന് മേലുള്ള അമ്മയുടെ സവിശേഷമായ അധികാരത്തെ ഈ ആലയത്തിൽ എപ്പോഴും നമുക്ക് കാണുവാൻ പറ്റും. പ്രിയമുള്ളവരെ, എത്ര കണ്ട് പരിശ്രമിച്ചിട്ടും നമുക്ക് നടക്കാത്ത വിഷയങ്ങൾ, വെറുതെ സമയം നഷ്ടപ്പെട്ടു പോകുന്ന വിഷയങ്ങൾ, ഏറെ നാളായി അലഞ്ഞിട്ടും നമുക്കൊരു ഉത്തരമില്ലാതെ നാം ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ പോകുന്ന വിഷയങ്ങൾ, അതെല്ലാം പൂർണ്ണമായ ശരണത്തോടുകൂടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ അമ്മ ഇടപെടുന്നത്, ജീവിതം ശുഭകരമാകുന്നത്, സങ്കടങ്ങൾ മാറിപ്പോകുന്നത്, ക്ലേശങ്ങൾക്ക് അവസാനമുണ്ടാവുന്നത് നമുക്ക് കാണുവാൻ പറ്റും. മകൾ അതാണ് ആ സ്ഥലം വിറ്റുപോകുന്ന വിഷയത്തിൽ പറയുന്നത്. മറ്റൊന്ന് വാങ്ങുവാൻ ആഗ്രഹിച്ചു, പള്ളിയുടെ അടുത്ത് വാങ്ങണമെന്ന് ആഗ്രഹിച്ചു. അതിനും അമ്മ മാതാവ് കാര്യങ്ങൾ ക്രമീകരിച്ചെടുത്ത് അനുഗ്രഹിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അത് ജീവിതത്തിൽ നാം പുലർത്തുന്ന ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. നാം ഉടമ്പടി എടുക്കുന്നത് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഉടമ്പടികളുണ്ട്.
ഓരോ ഉടമ്പടിയിലും ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ സ്നേഹമാണ്. ദൈവം തിരികെ കൊടുക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്ന സാഹചര്യങ്ങളാണ്. പലപ്പോഴും സംഭവിക്കുന്നത് ദൈവം നൽകാനുള്ളത് നൽകിക്കൊണ്ടിരിക്കും, നമ്മൾ തിരികെ സ്നേഹിക്കാതെ അവിശ്വസ്തത കാട്ടിക്കൊണ്ടിരിക്കും. മാതാവാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ മറ്റൊന്നും ആഗ്രഹിക്കാതെ ദൈവത്തോടുള്ള വിശ്വസ്തമായ സ്നേഹം അല്പം പോലും കലർപ്പില്ലാതെ ജീവിച്ചത്. മാതാവ് പ്രത്യേകിച്ചൊന്നും ആഗ്രഹിച്ചിട്ട് പോലുമില്ല. മാതാവിന് പ്രത്യേകിച്ചൊന്നും ഭൗതികമായ നന്മകൾ കിട്ടിയിട്ട് പോലുമില്ല. പക്ഷേ അവൾ ദൈവവിളി സ്വീകരിച്ച നിമിഷം മുതൽ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന തന്നെ സമർപ്പിച്ച നിമിഷം മുതൽ, ആ കാൽവരിയിൽ മകൻ പിടഞ്ഞു മരിക്കുമ്പോഴും ശിഷ്യന്മാർ ചിതറിപ്പോയവരെ കല്ലറയിൽ അവനെ അടക്കിയതിന് ശേഷം അഡ്രസ്സില്ലാതെ പോയവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഇറങ്ങി വരവിന് വേണ്ടി അവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ കാണുന്നത് അമ്മ മാതാവിൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തതയുള്ള സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ്. നമ്മളിൽ നിന്ന് ഉടമ്പടി ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അപ്രകാരം വിശേഷബുദ്ധിയായി മറ്റെല്ലാവരും സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ എളിമയോടുകൂടി തെളിമയോടുകൂടി ദൈവത്തെ ഓൺ ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു പുതിയ കാലത്തിലേക്കാണ്. അതാണ് നിത്യതയിലേക്കുള്ള ചവിട്ടുപടി. നാം ദൈവത്തെ വിശ്വസിച്ചും വിശ്വസ്തതയിലും സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങളെ അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹവും സംരക്ഷണവുമായി എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ യാതൊരു പിശുക്കുമില്ല. പക്ഷെ ദൈവത്തിന് കിട്ടാത്തത് അവിടുത്തെ ദാഹത്തോടെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങളാണ്. ഉടമ്പടി ഈ നാളുകളിൽ നമുക്ക് കൈമാറിയിരിക്കുന്നത് ദൈവത്തെ ദാഹത്തോടെ സ്നേഹിക്കുന്ന ഒരു ജനത ഈ ലോകത്തിൽ ഈ കാലത്തിൽ രൂപപ്പെട്ടു വരുന്നതിന് വേണ്ടിയാണ്. അതിന് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. നമ്മുടെ ഏതൊരു ജീവിത വിഷയത്തെയും അമ്മ മാതാവ് ഏറ്റെടുത്ത് തിരുക്കുമാരന് കൊടുത്ത് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ അത് അനുഗ്രഹമാക്കി നൽകുക തന്നെ ചെയ്യും. ഈ കുടുംബത്തിന്, ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം. എൻ്റെ പേര് ജുബി ജെയിൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മമ്മിയും എൻ്റെ 2 കുഞ്ഞുങ്ങളുമാണ്. ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു, എന്നെ ഈ തിരുവൽത്താരയിൽ കയറി നിർത്തി സാക്ഷ്യം പറയാൻ സാധിച്ചതിന്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 ഡിസംബർ 21 ആണ്. പക്ഷേ കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഉടമ്പടിയിൽ നിന്നെല്ലാം മാറിപ്പോയെങ്കിലും ഞാൻ വീണ്ടും അത് പുതുക്കി 2022 മെയ് 8 വീണ്ടും റിന്യൂ ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ആത്മീയമായിട്ടുള്ള ആ ഒരു വിശദീകരണവും ജീവിത നവീകരണവും എനിക്കുണ്ടായി. ഞാനൊരു BSc നേഴ്സാണ്. ഞാൻ 2019 മുതൽ OET ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു 5th ടൈം ആദ്യം അറ്റൻഡ് ചെയ്തു. എനിക്ക് റീഡിങ് ഭയങ്കര ടഫായിരുന്നു. അത് ഞാൻ എത്ര എഴുതിയാലും എനിക്ക് 340 വന്ന് നിൽക്കും. അതിനപ്പുറത്തേക്ക് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ 5th ടൈം എഴുതി കഴിഞ്ഞപ്പോഴാണ് ന്യൂസിലൻഡിൽ അപ്ഡേറ്റ്സ് ഒക്കെ വന്നു, പോയ മൊഡ്യൂൾ മാത്രമായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അങ്ങനെ ഞാൻ ഓർത്തു എന്നാൽ അങ്ങനെ ചെയ്യാം. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു IT ഫീൽഡിലാണ്, ഞങ്ങൾ ബാംഗ്ലൂരിലാണ്. അപ്പം ഹസ്ബൻഡിനും കുറച്ചുകൂടെ ജോലി മേഖലയിലൊക്കെ കിട്ടുന്നത് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ആയത് കാരണം ആ രീതിയിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ പോയ മൊഡ്യൂൾ മാത്രം എഴുതാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ റീഡിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തെങ്കിലും ആ ടൈമിൽ എനിക്ക് റീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും എനിക്ക് ആ ഒരു മൊഡ്യൂൾ കിട്ടിയില്ല. അന്നേരം എൻ്റെ ഈ വലിയ മോന് 5.5 വയസ്സായിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഓർത്തു ഇനിയും ദൈവനിശ്ചയം അടുത്ത ഒരു കുഞ്ഞെന്നുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ പോകാം, ദൈവത്തിൻ്റെ ഇഷ്ടമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ എക്സാംസ് എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തു. ഒരു 6-7 മാസം ഞങ്ങൾ അങ്ങനെ നോക്കിയെങ്കിലും എനിക്ക് കുഞ്ഞിനെ കിട്ടിയിട്ടില്ല. എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. ലാസ്റ്റ് 10 ഇയറായിട്ട് ഞാൻ മെഡിസിൻ എടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവിടെ ബാംഗ്ലൂർ തന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു PCODയുടെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. 1 മന്തിലേക്കുള്ള മെഡിസിൻ ഡോക്ടർ തന്നു. മെഡിസിൻ എടുത്തിട്ട് നോക്കിയിട്ടും കുഞ്ഞായിട്ടില്ല. അപ്പം ഞങ്ങൾ ഓർത്തു ഇനിയും മെഡിസിൻ എടുത്തിട്ടും ആവുന്നില്ല, അപ്പോൾ എന്നാൽ ഒന്നും കൂടെ എക്സാം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ തവണ ഞാൻ എക്സാമിന് പോയത് അങ്ങനെ അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു. നേരത്തേൻ്റെയൊക്കെ ഓർമ്മ വെച്ചിട്ട് ഞാൻ പോയി എക്സാം എഴുതി.
എക്സാം എഴുതി ഞാൻ നമ്മുടെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിരുന്നു. വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് കയറി. നമ്മുടെ വിശുദ്ധ ഉപ്പാണെങ്കിൽ ഞാൻ എക്സാമിന് കയറുന്നതിന് മുന്നേ എൻ്റെ എക്സാം ഹോളിന് പുറത്തും എക്സാം ടേബിളിലും എല്ലാം ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടാണ് ആ ഉപ്പ് കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ OET റീഡിങ്ങിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾക്ക് OETയുടെ എ പാർട്ട് നമ്മൾക്ക് 20 ആൻസേഴ്സ് വിത്തിൻ 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതിന് മുന്നേയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോയ ടൈമിൽ പോലും എനിക്കത് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ടൈമിൽ ഞാൻ വിത്തിൻ 11 മിനിറ്റ്സിനുള്ളിൽ എൻ്റെ കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ വായിച്ച് പാസേജിലേക്ക് നോക്കുമ്പോഴത്തേന് ആൻസേഴ്സ് എല്ലാം എനിക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുന്നത്. അങ്ങനെ ഞാൻ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്ലോക്ക് തെറ്റായിരിക്കും, അല്ലാണ്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല ഇങ്ങനെ വിത്തിൻ 11 മിനിറ്റ്സിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കാരണം അതിനും കുറേ വർഷങ്ങളായിട്ട് ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ലാസ്റ്റ് ഞാൻ ബാക്കി ടൈം വെച്ചിട്ട് ഒന്നും കൂടെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയപ്പം എൻ്റെ അതെല്ലാം കറക്റ്റാണ്. അപ്പോൾ എനിക്ക് 100% ഷുവറാണ് ആ 20 മാർക്സ് എനിക്ക് അവിടെ കിട്ടുമെന്നുള്ളത്. പക്ഷേ ബി പാർട്ടും സി പാർട്ടും എനിക്ക് കുറച്ച് ടഫായിരുന്നു. സി പാർട്ട് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ വെറുതെ കറക്കി കുത്തി ടൈം തീരാൻ പോയപ്പോഴത്തേനും വെറുതെ ഇങ്ങനെ ABCD ഇങ്ങനെ മാർക്ക് ചെയ്ത് അങ്ങനെ പോയി. റിസൾട്ട് വന്നപ്പോൾ അത്ഭുതകരമായിട്ട് എനിക്ക് കിട്ടേണ്ട സ്കോറിനേക്കാട്ടിൽ കൂടുതൽ കിട്ടി. ഞാൻ റീഡിങ് പാസ്സായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ന്യൂസിലൻഡിൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ മൂവ് ചെയ്തു. അപ്പം ഞാൻ ഓർത്തു ദൈവം ഉദ്ദേശിക്കുന്ന ഇനിയും ജോലി കിട്ടിയിട്ട് കുഞ്ഞെന്നുള്ള രീതിയിലാണ്, കാരണം എക്സാം ക്ലിയർ ആയല്ലോ, അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി. പക്ഷേ ഞാൻ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഏജൻസിക്കാരെ എല്ലാം വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയിട്ടിരിക്കുകയാണ്. ആക്റ്റീവായിട്ടുള്ളൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കൺസൾട്ടൻസിക്കാർ പറഞ്ഞു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലായത് കാരണം അവിടെയാണ് പഠിച്ചത്. ഞാൻ കർണാടക നഴ്സിംഗ് കൗൺസിൽ എൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ഇഷ്യൂസ്, അവർ സർട്ടിഫിക്കറ്റ് 4-5 മാസമായിട്ട് ആർക്കും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ പുറകെ കുറേ നടന്നു. 4 to 5 മന്ത് എൻ്റെ വേസ്റ്റ് ആയിപ്പോയി. കുറേ കൺസൾട്ടൻസിക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇയാൾക്ക് പോകാനേ പറ്റില്ല എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായിപ്പോയി. ഈ ഒരു OET ക്ലിയർ ആവാൻ ഞാൻ 4-5 വർഷം കൊണ്ടാണ് അതൊന്ന് ക്ലിയർ ആയി എടുത്തത്. എന്നിട്ട് അത്രയും എത്തിയിട്ട് എനിക്ക് വീണ്ടും തടസ്സമാണല്ലോ ദൈവമേ എന്ന് അപ്പം ഞാൻ ഉദ്ദേശിച്ചു. അന്നേരമാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ കേരളയുടെ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് എക്സ്പയർ ആണ്, പക്ഷേ അത് റിന്യൂ ചെയ്യാൻ കൊടുത്താൽ വിത്തിൻ 1 മന്തിനുള്ളിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചൊവ്വാഴ്ചത്തെ. ആ സമയത്ത് വിളിച്ച് എന്തായി ചേച്ചി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റില്ല എന്ന് ആ കൺസൾട്ടൻസിക്കാർ പറയുന്നേ, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ആ കുട്ടി എനിക്കൊരു നമ്പർ തന്നിട്ട് പറഞ്ഞു ഞാനൊരു ഏജൻസി തരാം, അന്നേരം എനിക്ക് ആ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വിളിച്ച് ദൈവനിശ്ചയമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കൺസൾട്ടൻസിക്കാർ ഓരോന്ന് പറഞ്ഞ് പൈസ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് അവസാനം പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു യാതൊരു കുഴപ്പമില്ല, സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ എൻ്റെ കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. അത് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ വെറുതെ എടുത്ത് വെച്ചതാണ്. ഇപ്പോഴാണ് റൂള് വന്നത് അറ്റ് എ ടൈം നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആക്റ്റീവ് ആയിട്ടിരിക്കാൻ പാടില്ല. അന്ന് അങ്ങനെ ഒരു റൂൾ ഇല്ലാത്ത സമയത്ത് ഞാൻ എടുത്തു വെച്ചാൽ. ഇപ്പം എനിക്ക് മനസ്സിലായി അന്ന് എന്നെക്കൊണ്ട് എന്തിനാ ദൈവം അത് എടുത്തു വെപ്പിച്ചതെന്ന്. പിന്നീടാണ് എനിക്കത് വ്യക്തമായത്. അങ്ങനെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, CGFNS സബ്മിറ്റ് ചെയ്തു. അത് അപ്പോൾ കൺസൾട്ടൻസിക്കാർ പറഞ്ഞു 2 to 3 മന്ത് എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. February 29, 2024 ഡേറ്റ് ഇട്ടു. അതിൽ നമ്മുടെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് ബ്ലെസ് ചെയ്ത് ഞാൻ രാവിലെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ പ്രാർത്ഥിച്ച് 28 ഫെബ്രുവരിയിൽ എൻ്റെ CGFNS കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, പെട്ടെന്ന് തന്നെ പേപ്പർ വർക്ക് ആകുന്നുണ്ടല്ലോ എന്ന്. ഡിക്ലറേഷൻ ഫോമാണ് നെക്സ്റ്റ് വരേണ്ടത്, DL. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ആ സമയത്ത് ഞങ്ങൾക്കിങ്ങനെ ഈ ന്യൂസിലൻഡിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലപ്പം ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് കേസ് മാനേജറിനെ കിട്ടാനും DL കിട്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഡിലേ ആണ്, 8 to 9 months ഒക്കെ എടുക്കുന്നു എന്ന്. അന്നേരം ഞാൻ ഓർത്തു കർത്താവേ വീണ്ടും ഇനിയും പരീക്ഷണമാണല്ലോ എന്നുള്ള രീതിയിലേക്ക് വന്നു. ആ സമയത്ത് എൻ്റെ ഈ മോന് അവൻ ഇച്ചിരി സൈലൻ്റാണ്, ഇച്ചിരി സ്പീച്ച് ഡിലേ ഒക്കെ ഉണ്ട്. ആ സമയത്ത് കുഞ്ഞിൻ്റെ സമ്മർ വെക്കേഷൻ ടൈം ആയപ്പോൾ അവന് സ്കൂളിൽ സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു.
സമ്മർ ക്യാമ്പ് ആയപ്പം ഞാനൊരു നീതു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയെ പരിചയപ്പെട്ടു. അവർ ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ള, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല, എന്നെ നേരത്തെ പരിചയമുള്ള രീതിയിൽ അവർ എൻ്റെ അടുത്ത് കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് പറഞ്ഞു, സെക്കൻഡ് ഒരു ചൈൽഡ് ആയാൽ ഇവൻ ഭയങ്കര ആക്റ്റീവ് ആകുമെന്ന് പറഞ്ഞു. അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ബിക്കോസ് എൻ്റെ അടുത്ത് നേരത്തെ ഒത്തിരി പേരൊക്കെ അടുത്തൊരു കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അന്നേരം ഒന്നും തോന്നാത്ത ആ ഒരു ഇതെൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. അവരുടെ മോൻ അങ്ങനെയായിരുന്നു, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു, സെക്കൻഡ് ചൈൽഡ് ആയപ്പോൾ അവൻ ഭയങ്കര ആക്റ്റീവായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഈ പേപ്പർ വർക്കിൻ്റെ ഇടയ്ക്ക് ക്യാരിയിങ് ആയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഇഷ്യൂ ആകുമോ എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ കൺസൾട്ടൻസിക്കാരെ വിളിച്ചിങ്ങനെ ചോദിച്ചു. അതൊരു മെയിലാണ്. എനിക്ക് ആക്ച്വലി പുള്ളിയോട് ഓപ്പണായിട്ട് ചോദിക്കാനൊരു മടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കേട്ട വഴി പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത്, അയ്യോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതായിട്ട് മുന്നോട്ട് പോകും, ജോലിയൊക്കെ നമുക്ക് ഏത് സമയവും കിട്ടും, കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങൾ ഓർത്തു, അതിന് മുന്നേ മെഡിസിൻ എടുത്തിട്ടും 6 to 7 months നോക്കിയിട്ടൊന്നും കുഞ്ഞായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത് കാരണം ഞാൻ ഓർത്തെന്നാൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വെച്ചു. ഈ സെയിം ഡോക്ടറിനെ തന്നെ ഞാൻ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അന്ന് തന്ന മെഡിസിൻ തന്നെ ഞാൻ തരാം, പക്ഷേ ഇപ്പം കുറേ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യേണ്ട വരും, എന്നിട്ട് നമ്മൾക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹോർമോണൽ തെറാപ്പിയിലേക്ക് നമുക്ക് പോകാം എന്നിങ്ങനെ. അപ്പോൾ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അടുത്തൊരു കുഞ്ഞ് വേണം എന്നുള്ളത്. ആ സമയത്ത് ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയി. ഡോക്ടർ തന്ന മെഡിസിൻ ഞാൻ പകുതി ദിവസം പോലും കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് അടുത്ത മാസം മെയ് മാസമാണ്, മാതാവിൻ്റെ മാസമാണ്, എനിക്കൊരു കുഞ്ഞിനെ അമ്മ ഈശോയോട് ചോദിച്ച് തന്നേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ക്യാരിയിങ് ഞാൻ ലേറ്റ് ആവും തോറും എൻ്റെ പേപ്പർ വർക്ക് അടുത്തുകൊണ്ടിരിക്കും, പിന്നീട് ഞാൻ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. എൻ്റെ കുഞ്ഞ് ക്യാരിയിങ് ആയത് കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം എനിക്ക് ഉണ്ടാകരുത്. അത് കാരണം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഈ മാസം തന്നെ ഒരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച്. അപ്പം ഞാനൊരു ദമ്പതികളുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു. അവർ വിശുദ്ധ തൈലം വയറത്ത് വരട്ടി കുരിശ് വരച്ച് കൊന്ത വെച്ച് പ്രാർത്ഥിച്ച് അവർക്കൊരു കുഞ്ഞിനെ ഈശോ കൊടുത്തെന്ന്. ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ വയറത്ത് കുരിശും വരച്ചിട്ട് നമ്മുടെ കൊന്ത, കൃപാസനത്തിലെ കൊന്ത എൻ്റെ കയ്യിലുണ്ട്, അതെനിക്ക് ഭയങ്കര ഒരു ശക്തി, അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ മാസം 31st ഞാൻ എന്നിട്ട് 13th ഞാൻ ഡെയിലിയുള്ള കുർബാനയ്ക്ക് പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ നാളെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും താങ്ക്സ് പറയാനായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 31ാം തീയതി രാവിലെ ഞാൻ എഴുന്നേറ്റ് 3 മണിയുടെ പ്രെയർ കഴിഞ്ഞു, 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പോസിറ്റീവാണ്. അത് ഇത്രയും നാൾ മെഡിസിൻ എടുത്തിട്ടോ ഒന്നും സാധിക്കാത്ത സംഭവം എനിക്ക് അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്നത് ആ കുഞ്ഞിനെ. എന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊന്നും പറയാൻ ഞാൻ നേരെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നത് ഇങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്നുള്ള കാര്യം. പിന്നീടാണ് വീട്ടിലൊക്കെ ഞാനത് അറിയിച്ചത്. അങ്ങനെ എൻ്റെ പ്രഗ്നൻസി പീരീഡ് ഇങ്ങനെ പോകുന്നു, പേപ്പർ വർക്ക് ഒരു സൈഡിൽ കൂടെ പോകുന്നു. ഞാൻ പേപ്പർ വർക്കിനെ കുറിച്ച് അത്ര ടെൻസ്ഡ് അല്ല, കാരണം എൻ്റെ ഡെലിവറി ഡേറ്റ് വരുന്നത് January 26, 2025 എനിക്ക് ആ ഒരു സമയത്തേന് എൻ്റെ പേപ്പർ വർക്കൊക്കെ ആയാൽ മതി എന്നുള്ള രീതിയിൽ പോയി. അങ്ങനെ ഒക്ടോബർ ഒരു ലാസ്റ്റ് ആയപ്പോഴത്തേന് കൺസൾട്ടൻസിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, ഡിക്ലറേഷൻ ഫോം റെഡി ആയിട്ടുണ്ട്, ഇനി IQN എന്ന് പറഞ്ഞൊരു എക്സാം വേണം എഴുതാനായിട്ട്. അതിന് ഞാൻ പെട്ടെന്ന് 1 month പ്രിപ്പറേഷനിലിരുന്ന് ഫുൾ ക്യാരിങ്. ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് കുറച്ച് നടുവേനയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാൻ ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ വിശുദ്ധ തൈലവും നമ്മുടെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കും, പഠിക്കുന്നതിന് മുന്നേ പഠിച്ച് കഴിഞ്ഞിട്ടും എല്ലാം. എന്നിട്ട് ഞാൻ ആ നേർച്ച വസ്തുക്കളും ഒക്കെ ആയിട്ട് പോയി എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ IQN എക്സാം ഞാൻ ക്ലിയറായി. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഓസ്കി എക്സാം. അത് ന്യൂസിലൻഡിൽ പോയി എഴുതേണ്ട ഒരു എക്സാമാണ്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ December 5, 2024 ഈ IQN കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഓസ്കിക്ക് ബുക്ക് ചെയ്തു. കാരണം എൻ്റെ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞ് ഞാൻ March 26, 2025 എന്നുള്ളൊരു ഡേറ്റ് എടുത്തു ഓസ്കിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുണ്ടായാൽ 1.5 മാസമേ ആകുന്നുള്ളൂ. ഞാൻ അങ്ങനെ ഒരു ഡേറ്റ് എടുക്കാൻ കാരണം March 30 എൻ്റെ വലിയ മോൻ്റെ സ്കൂൾ അടയ്ക്കും. അപ്പം മദർ ഇൻ ലോ വേണം കുഞ്ഞിനെ നോക്കാൻ നാട്ടിൽ നിന്ന് വരാൻ. അപ്പം മമ്മിക്ക് 2 കുഞ്ഞുങ്ങളെയും കൂടെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുഞ്ഞിന് സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ പോയി എക്സാം എഴുതിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു 10 days വേണ്ടിയിട്ട് ന്യൂസിലൻഡിൽ പോകാനുള്ള പ്രിപ്പറേഷൻ എല്ലാം ചെയ്തു. എനിക്ക് പഠിക്കാൻ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെയും കൂടെ വെച്ച്. മമ്മി എൻ്റെ എക്സാമിന് ഒരു 3 weeks മുന്നേ വന്നു. ആ ടൈമിലാണ് ഞാൻ ഇരുന്ന് നോട്ട്സ് എഴുതുന്നതും പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം എൻ്റെ കൂടെ എക്സാം
എക്സാമിന് വരുന്നവരെല്ലാവരും മാസങ്ങളോളം പ്രിപ്പയർ ചെയ്ത് പോയിരുന്ന ഒരു എക്സാം ഫീ തന്നെ നമുക്ക് 1.75 lakhs ആണ്. പിന്നെ ടിക്കറ്റ്, വിസ എല്ലാം കൂടെ ആയിട്ട് നമുക്കൊരു 3 to 4 lakhs ചിലവ് വരുന്നുണ്ട്. അങ്ങനെയായിട്ട് ഞാൻ ആ എക്സാമിന് പോയി കുഞ്ഞിനെ ഇട്ടിട്ട്, അതിലും അനുഗ്രഹം എന്ന് വെച്ചാൽ 1.5 മാസമുള്ള കുഞ്ഞിനെ ഇട്ടേച്ച് പോകുമ്പോൾ മമ്മിക്ക് ഭയങ്കര ടെൻഷനാണ്. എങ്ങനെ ഞാൻ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യും, കുഞ്ഞാണെങ്കിൽ ബോട്ടിൽ ഫീഡ് പോലും ആ സമയത്തേനാകില്ലല്ലോ എന്നൊക്കെ മമ്മിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നും വിളിക്കുമ്പോൾ പറയുമായിരുന്നു. പക്ഷേ അവിടെയും ദൈവം എന്നെ കരുതി. എൻ്റെ കുഞ്ഞ് പ്രീ ടൈം ബേബിയാണ്. 35 weeks 33 days ബിഫോർ എൻ്റെ കുഞ്ഞ് ഡെലിവറായി. ഡോക്ടർ പോലും അത് എക്സ്പെക്റ്റ് ചെയ്തില്ല. അതിന് 2 days മുന്നേ എനിക്ക് ചെക്കപ്പ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഏതായാലും ജാനുവരി ഒരു 2nd week വരെ ഒന്നും ആകത്തില്ല, അത് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് മമ്മി വന്നാൽ മതി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന 2nd day നൈറ്റിൽ കിടന്നുറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഫ്ലൂയിഡ് ലീക്കായി ഹോസ്പിറ്റലിൽ പോയി. നാട്ടിൽ നിന്ന് ആരും എത്തിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡും വലിയ മോനും മാത്രമേ ഉള്ളൂ. രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഡയലേറ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ എൻ്റെ BP ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് 60 to 40 ആയി. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ ഭയങ്കര ഹൈ ആയി, 180 200 ആ ഒരു റേഞ്ചിലേക്ക് പോന്നു. എനിക്ക് ബ്ലഡ് SB കുറച്ച് കുറവായിരുന്നു. പിന്നെ പെയിൻ സ്റ്റാർട്ട് ആവുന്നില്ല, ഫ്ലൂയിഡ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു മേ ബി ഒരു എമർജൻസി LSCS എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ആദ്യത്തെ എൻ്റെ നോർമൽ ഡെലിവറിയാണ്, നാട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല, ഹസ്ബൻഡും കുഞ്ഞും തന്നെയുള്ളൂ, എങ്ങനെ ഇവർ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത്. അതുപോലെ കുഞ്ഞ് പ്രീ ടൈം ആയത് കാരണം 2 kg ബിലോ ആണെങ്കിൽ NICUയിൽ എടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആ സമയം എന്നെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം അവരുടെ യൂണിഫോമും ഒക്കെ ഇടിപ്പിച്ച് എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം വാങ്ങിച്ചപ്പോൾ ഞാൻ എല്ലാം ഊരിക്കൊടുത്തു. പക്ഷേ എൻ്റെ അടുത്തുനിന്ന് നമ്മുടെ കൃപാസനത്തിൽ ജപമാല ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഇത് ഞാൻ തരില്ല, ഇതാ എൻ്റെ ശക്തി, ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ബാംഗ്ലൂരിലായത് കാരണം അവർക്ക് എല്ലാ സ്റ്റാഫുമാർക്കും അവർക്കറിയണമെന്നില്ല കൃപാസന മാതാവിൻ്റെ ഈ ജപമാലയെക്കുറിച്ചുള്ള ശക്തി. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ധൈര്യം, ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അവിടെ കിടന്ന് എത്ര ജപമാല ചൊല്ലിയെന്ന് അറിയത്തില്ല. അപ്പോൾ ആ സ്റ്റാഫുമാർ പറഞ്ഞു ചേച്ചി ഇത് കയ്യിൽ പിടിച്ചാൽ പെയിൻ വരുമ്പോൾ ചേച്ചി തന്നെ ഇത് താഴെ ഇടും, ഇവിടുത്തെ ഹൗസ് കീപ്പിങ്ങുകാർക്കൊന്നും അറിയില്ല ഇത് എന്നാണെന്ന്, അവരത് അടിച്ചു വാരി ഡസ്റ്റ്ബിന്നിൽ ഇടുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എന്ത് വന്നാലും ഞാനിത് തരില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ആ ഭയങ്കര പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഞാൻ വേഗം അതെടുത്ത് എൻ്റെ കയ്യിലേക്ക് ചുറ്റിയിട്ടു. എൻ്റെ കയ്യിൽ നിന്ന് അത് പോകരുതല്ലോ എന്ന് വിചാരിച്ച് അവിടെ കിടന്ന് ഞാൻ കുറേ കൊന്ത ചൊല്ലി. പെട്ടെന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടും കുഞ്ഞിനോടും അവർ പറഞ്ഞു 10 o'clock കഴിഞ്ഞ് ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ, നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും റൂമിലാണ്, ഞാൻ ഒറ്റയ്ക്ക് ലേബർ റൂമിലും. പെട്ടെന്ന് എനിക്ക് പെയിൻ സ്റ്റാർട്ടായി. പെയിൻ സ്റ്റാർട്ടായിട്ട് ഡയലേറ്റൊക്കെ ആയി. പെട്ടെന്ന് ഡെലിവറായപ്പോൾ കുഞ്ഞ് 2.4 kg. കുഞ്ഞിന് യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായിരുന്നില്ല, എനിക്കും കോംപ്ലിക്കേഷൻ ഇല്ലായിരുന്നു. വിത്തിൻ 3 daysനുള്ളിൽ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. അപ്പം അവിടെയും ദൈവം എന്നെ കരുതി. കാരണം ഞാൻ 1.5 മാസമുള്ള കുഞ്ഞിനെ ഇട്ടിട്ട് പോകണമല്ലോ എന്നുള്ള വിഷമം വന്ന് എനിക്ക് ഞാൻ എക്സാമിന് പോകുമ്പോൾ കുഞ്ഞിന് 2.5 മാസമുണ്ട്. അന്നേരം മമ്മിക്ക് ഇച്ചിരി കൂടെ ഒരു ധൈര്യമായി, കുഞ്ഞിനെ അറ്റ്ലീസ്റ്റ് ഒന്ന് പിടിക്കാനുള്ള പരുവത്തിലേലും കിട്ടിയല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ എക്സാമിനായിട്ട് പോയി. എൻ്റെ എക്സാം ഈ ഒരു എക്സാം എന്ന് വെച്ചാൽ 10 പേര് എഴുതിയാൽ 2 പേര്, അല്ലെങ്കിൽ മാക്സിമം 3 പേര്, അത്രയും നമ്മൾ പാസ്സാവത്തുള്ളൂ. ഇത്രയും ലക്ഷങ്ങൾ മുടക്കി നമ്മൾ അവിടെ പോയി തിരിച്ച് വന്നേച്ച് 2nd 3rd attempt 3 അറ്റംപ്റ്റേ ഉള്ളൂ ഈ ഒരു എക്സാമിന്. പലരും 3rd attempt വരെ ക്ലിയർ ആകാതെ ഇതാകുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഞാനാണെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ എൻ്റെ OSCE ക്ലിയറായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. അവർക്കെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം. അവരുടെ ഒരു കെയറാണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന്. നമ്മൾ ഇന്ത്യയെ പഠിച്ച് ഇന്ത്യയെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ന്യൂസിലൻഡിൻ്റെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കെയർ കൊടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ചലഞ്ചായിട്ടുള്ളൊരു സംഭവമാണ്. മോക്ക് ടെസ്റ്റ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ കണ്ടക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇയാൾ ഒട്ടും കോൺഫിഡൻ്റ് അല്ല, ഫേസിൽ ആ ഒരു പേടിയുണ്ട്, ഇങ്ങനെയൊന്നും അപ്പിയർ ചെയ്താൽ പോരാന്ന്. പക്ഷേ എക്സാമിന് എനിക്ക് 10 സ്റ്റേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ എൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം വിസ ഡിക്ലെയർ ചെയ്തപ്പോഴേ അവർ പറഞ്ഞു റിലീജിയസ് ഐറ്റംസ് ഒന്നും തന്നെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന്. കാരണം ഈ യൂറോപ്യൻ കൺട്രിയിൽ അവരുടേതായിട്ടുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ എൻ്റെ അന്ന് എക്സാമിന് ഇടേണ്ട യൂണിഫോമിൻ്റെ പാൻറ്റിൽ നമ്മുടെ നേർച്ച വസ്തുവായ വിസ ഉപ്പ് കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടു. ആരെങ്കിലും പോക്കറ്റിൽ കൈയിട്ടാൽ പോലും കിട്ടരുതെന്നുള്ള രീതിയിൽ. അതുപോലെ ഒരു കുഞ്ഞി കാശ് ഉടമ്പടി കാശ് രൂപ ഇച്ചിരി വലുതല്ലേ, അപ്പോൾ അത് ഇവർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അതുകൊണ്ട് കുഞ്ഞി കാശ് രൂപ ഉണ്ടായിരുന്നു, അത് എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്.
ഞാൻ എന്നിട്ട് ആ എക്സാമിന് അപ്പിയർ ചെയ്തു. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാനല്ല അവിടെ പ്രസൻറ്റ് ചെയ്തത്. കാരണം എനിക്ക് പഠിച്ചാൽ എന്തെങ്കിലും ഞാൻ പറയും, അതല്ലാണ്ട് ഉണ്ടാക്കി പറയാനായിട്ടുള്ളൊരു ടാലൻ്റുള്ള വ്യക്തിയല്ല ഞാൻ. ഞാൻ ഈ 10 സ്റ്റേഷൻസ് ഭയങ്കര എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി അത് ഞാനല്ല പറഞ്ഞതെന്ന്. എനിക്ക് പ്രിപ്പയർ ചെയ്തതിനേക്കാളും പുതിയ പോയിൻറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എൻ്റെ മനസ്സിൽ. ആ ഒരു രീതിയിൽ ഞാൻ 10 സ്റ്റേഷൻസ് കംപ്ലീറ്റ് ചെയ്തു. എങ്കിലും ജയിക്കും എന്നുള്ളൊരു ഉറപ്പില്ല, കാരണം അവരുടെ ക്രൈറ്റീരിയ എന്താണെന്ന് എനിക്കറിയില്ല. അവർ ഡിസ്ക്ലോസ് ചെയ്തില്ല നമ്മളുടെ അടുത്ത് അവരുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഒത്തിരി പേര് ഫെയിലാകുന്നു, അത്രേ നമുക്കറിയുന്നുള്ളൂ. അപ്പം അത്രയ്ക്ക് തന്നെ ഫെയിലിയർ റേറ്റ് ഉള്ള ഒരു എക്സാമിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ അമ്മ മാതാവ് ഈശോയും കൂടെ എൻ്റെ കൂടെ വന്ന്, അത് ഇവിടെയല്ല ന്യൂസിലൻഡിൽ എൻ്റെ കൂടെ വന്ന് എന്നെ പാസ്സാക്കി. അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. ആ എക്സാം ക്ലിയർ ആയതോടുകൂടി, അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ പോകണമെങ്കിൽ കുഞ്ഞിനെ ഇട്ടിട്ട് പോകണം, ഇത്രയും ലക്ഷം വീണ്ടും ചിലവാക്കണം, അങ്ങനെയൊന്നും ഒരിട വരുത്താതെ ഞാൻ ക്ലിയറായി. എന്നിട്ട് ഞാൻ ന്യൂസിലൻഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. വിത്തിൻ 1 വീക്കിനുള്ളിൽ എൻ്റെ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എനിക്ക് ക്ലിയറായി വന്നു. അത് വെച്ചിട്ട് ഞാൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തു. ഇപ്പോൾ എനിക്ക് 2 കൺട്രിയുടെയും നഴ്സിംഗ് രജിസ്ട്രേഷൻസ് എനിക്ക് ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ജോലിയായിട്ടില്ല, കുറേ അപ്ലൈ ചെയ്തു, റിജക്ഷനാണ്. എന്നാലും എനിക്ക് സങ്കടമില്ല, കാരണം ബിഗ് സീറോയിൽ കിടന്ന് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല. ഞാൻ എൻ്റെ ഓസ്കയുടെ റിസൾട്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞത് എൻ്റെ കഴിവല്ല, ഈശോയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഞാൻ പാസ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയച്ചത് അങ്ങനെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിവിടെ പറയുന്നെങ്കിൽ എൻ്റെ ഫാമിലിയിലോ എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ നൈബേഴ്സിനോ ആർക്കും അറിയില്ല ഞാൻ ഈ ഒരു എക്സാം എഴുതിയ കാര്യം. കാരണം എനിക്ക് ഇവിടെ വന്ന് ഇത് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം മറ്റുള്ളവരോട് പറയണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അങ്ങനെ ഈശോയും അമ്മയും തന്ന വലിയ കൃപയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞാൻ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് പത്രം വാങ്ങിച്ചിട്ട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഞാൻ ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ പത്രങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ട് പോകുന്നത്. അത് ഞാൻ അവിടെ പോയി പള്ളികളിലൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കും. കാരണം മലയാളീസിനറിയാം കൃപാസനമെന്ന് പറഞ്ഞാൽ, പക്ഷേ മറ്റ് സ്റ്റേറ്റിലുള്ളവർക്കൊന്നും അത്ര അറിയില്ല. അപ്പോൾ അവരോട് പറഞ്ഞാണ് ഞാനത് അവർക്കെല്ലാം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ ബാംഗ്ലൂരിൽ തന്നെ അടുത്ത് ഓൾഡ് ഏജ് ഹോമും പിന്നെ ആണെങ്കിൽ ഈ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പോവുകയും അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എനിക്കിപ്പോൾ ഡെലിവറി ആയി, കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം അച്ഛനൊരിക്കലും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരാളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു കാരുണ്യപ്രവൃത്തിയാണെന്നുള്ളത്. അപ്പം ഞാൻ OET പഠിച്ചിട്ടുണ്ട്, IQN പഠിച്ചു, OSCE പഠിച്ചു. ഞാൻ OSCE ക്ലിയർ ആയപ്പോൾ തന്നെ എനിക്ക് അറിയാൻ മേലാത്ത കുറേ കുട്ടികൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. ആ ഗ്രൂപ്പിൽ എൻ്റെ ലിസ്റ്റ് വന്നതിൻ്റെ പേര്. എന്നിട്ട് എക്സാമിനെ കുറിച്ചുള്ള ടിപ്സ് അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. കുഞ്ഞിനെ വെച്ച് എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവരുടെ ഫുൾ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്ത് ഞാൻ അങ്ങനെ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു. പിന്നെ ആരെന്ത് സഹായം എൻ്റെ അടുത്ത് ചോദിച്ചാലും ഇപ്പം എൻ്റെ കയ്യിലില്ലെങ്കിൽ പോലും ഞാനത് എങ്ങനെയെങ്കിലും റെഡിയാക്കി അവർക്ക് കൊടുക്കും. എൻ്റെ കൂടെ എക്സാമിന് വന്ന ചേച്ചിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ചേച്ചിക്ക് ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് എന്നോട് ചോദിക്കാനും മടി. അങ്ങനെ ചേച്ചി എക്സാമിന് പോകുന്നില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരുന്ന സമയത്ത് ചേച്ചിക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു കൊടുത്തു. കടമായിട്ടാണെങ്കിൽ പോലും എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെയും ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് അച്ഛൻ പറയും നമ്മൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. അതെനിക്ക് ആദ്യം അത്രയും ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ എന്താ ഈശോയ്ക്ക് തന്നാൽ എന്നുള്ളൊരു രീതിയായിരുന്നു. പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്തല്ല, ഈശോ ക്രമപ്പെടുത്തി നടത്തിയപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നുള്ളത്. ഇപ്പം അത് കാരണം എനിക്ക് ജോലി ആയിട്ടില്ല, പക്ഷേ എനിക്ക് സങ്കടമില്ല. കാരണം ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം എനിക്ക് അത് തരുമെന്ന് എനിക്ക് 100 അല്ല 101% എനിക്ക് ഉറപ്പാണ്. ആത്മീയമായിട്ടുള്ള വിശദീകരണം, ഡെയിലിയുള്ള വിശുദ്ധ കുർബാന, അതുപോലെ കുംഭസാരം, കുടുംബ പ്രാർത്ഥന, ഇതിലൊക്കെ ഈശോ എന്നെ ഒത്തിരി ഉയർത്തി. ഒരു ദിവസം എൻ്റെ പ്രെയർ മുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അയ്യോ ഇന്ന് പ്രാർത്ഥിച്ച് ആ ഒരു കുറ്റബോധമൊക്കെ എനിക്ക് വന്നു. നേരത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലേ ആ ഒരു രീതിയായിരുന്നു. അതിൽ നിന്നെല്ലാം ദൈവം എന്നെ ഒത്തിരി ഉയർത്തി. അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം. ആത്മീയമായിട്ട് എനിക്ക് ഉയരാനായിട്ട് സാധിച്ചു. എനിക്ക് ബാക്കി തന്ന നന്മയെക്കാട്ടിലും അതാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തരുന്നത്. അപ്പോൾ ഈശോയും അമ്മയും നൽകിയ ഈ കോടാനുകോടി നന്ദികൾക്ക് കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു,
അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ജൂബി ജെയിൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച തുടർച്ചയായ സമയച്ചുരുക്കത്തിൻ്റെ ദൈവാനുഭവ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത്. സഹോദരി പറയുന്നുണ്ട്, 5 തവണ OET എഴുതി പരാജയപ്പെട്ടതിന് ശേഷം പരിശുദ്ധമ്മയുടെ ഉടമ്പടി എടുത്ത് തൻ്റെ കഴിവ് കണ്ട് സാധിക്കാത്തത് അമ്മയുടെ കൃപയാൽ, ഈശോയുടെ സംരക്ഷണയാൽ അത് ജയിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആദ്യമൊന്ന് ഉടമ്പടി എടുത്ത് അല്പമൊന്ന് ഉഴപ്പിപ്പോയെങ്കിലും രണ്ടാമത് പുതുക്കിയെടുത്ത് ആ ഉടമ്പടി ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുവാൻ തീരുമാനിക്കുന്നത്. ആ ഉടമ്പടി എടുത്ത് OETക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ പലപ്പോഴും ഒന്നും പഠിക്കുവാൻ ഏറെയുണ്ട്, പലതും മനസ്സിലാവുന്നില്ല. ഉടമ്പടി ജീവിതത്തിൽ അമ്മയെ ശരണപ്പെടുത്തി ആ വിഷയങ്ങൾ മുഴുവനും സമർപ്പിച്ച മകൾ പോകുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, OETയുടെ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ അവിടെ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതൊരു അമ്മയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അടയാളമാണ്. കാരണം അമ്മ കൂടെയുണ്ടെന്നും ഏറ്റവും ശരിയായതിലേക്ക് കണ്ണും നോട്ടവും എത്തണമെന്നും നമുക്കത് അമ്മ കാണിച്ചു തരുന്ന വഴികൾ നമുക്കത് കൃത്യമായി പരീക്ഷ എഴുതുന്ന മക്കൾക്ക് മനസ്സിലാവും. അതുപോലെ ഓസ്കി എഴുതുമ്പോഴും സഹോദരി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഉണ്ടാക്കി പറയുവാനൊന്നും അറിയുന്ന ഒരാളല്ല, പക്ഷേ ഓരോ ചോദ്യത്തിനും പുതിയ പുതിയ ആശയങ്ങളെൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരികയും അത് സുന്ദരമായി അവതരിപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്തു. അമ്മ മാതാവിൻ്റെ നേർച്ചവസ്തുക്കളുടെ ബലത്തിലാണ് ആ പരീക്ഷ, ചിലവേറിയ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ആ കുഞ്ഞിനെ പിറവി കൊടുത്തതിൻ്റെ തൊട്ടടുത്ത നാളുകളിൽ ഞാൻ പോയതുപോലും ഒരു ക്ലേശമില്ലാതെ, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, പകപ്പുമില്ലാതെ അമ്മ മാതാവ് തന്നെ എനിക്ക് ഓരോന്നും എനിക്കിങ്ങനെ ചോദിച്ച ഓരോ 10 സ്റ്റേഷൻസിനും വേണ്ടതൊക്കെയും ഒന്നിനു പുറകെ ഒന്നായി നൽകിക്കൊണ്ട് ആ പരീക്ഷയും എനിക്ക് എഴുതുവാൻ സാധിച്ചു വന്ന. അങ്ങനെ ആ പരീക്ഷയുടെ വിഷയങ്ങളെല്ലാം പറയുമ്പോൾ സവിശേഷമായിട്ട് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അമ്മ ഇടപെട്ടുകൊണ്ട് ശരിയായ ഉത്തരങ്ങളിലേക്കും വേണ്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിലേക്കും എത്തിക്കുന്നതിന് മകളെ സഹായിച്ചുവെന്ന് സൂചിപ്പിച്ചു. അത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൃത്യമായി കൈമാറുന്ന ഒരു സാക്ഷ്യമാണ്. രണ്ടാമത്തത് സഹോദരി പറയുന്നുണ്ട്, ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് മകളുടെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ ശരിയായി കിട്ടിയത്. അത് ബാംഗ്ലൂരിലെയും കർണാടകയുടെയും കേരളയുടെയും രജിസ്ട്രേഷൻ കയ്യിലുണ്ടായിരുന്നു. രണ്ടും എക്സ്പയറായി. കർണാടകയിൽ പഠിച്ചതുകൊണ്ട് അവിടെ പോയി അന്വേഷിക്കുമ്പോൾ അത് അത്ര പെട്ടെന്ന് നടക്കില്ല എന്നാണ് അറിഞ്ഞതും ഏറെ ഗുലുമാലുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അപ്പോഴാണ് വെറുതെ കേരളയിൽ നിന്ന് എടുത്തത്. അന്ന് എടുക്കുമ്പോൾ യാതൊരു പ്രയോജനവുമില്ല, ഒന്നും കരുതിക്കൊണ്ട് എടുത്തതുപോലുമല്ല. അന്ന് വെറുതെ ലൈസൻസ് എടുത്ത് വെച്ചത് ഒരെണ്ണം മാത്രമേ ഇന്ന് ഹോൾഡ് ചെയ്യുവാൻ പറ്റുള്ളൂവെന്നും അതുകൊണ്ട് കേരള അപ്ലൈ ചെയ്യുമ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട്, ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് സഹോദരിക്ക് ആ കേരളയുടെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ ലൈസൻസ് അത് റിന്യൂ ചെയ്ത് കിട്ടിയതിൻ്റെ സാക്ഷ്യം സൂചിപ്പിച്ചു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഏതു വലിയ വിഷയത്തെയും നിസ്സാരമായി നമുക്ക് വേണ്ടി ചുരുങ്ങിയ സമയത്തിൽ അനുഗ്രഹമാക്കി മാറ്റുന്നതിൻ്റെ അടയാളമാണ് സഹോദരി വാക്കുകളിലൂടെ പങ്കുവെച്ചത്. പിന്നീട് ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള ആഗ്രഹത്തെ സൂചിപ്പിച്ചു. അത് കുഞ്ഞിനെക്കുറിച്ച് ആഗ്രഹിച്ച് ഒത്തിരി നാളായി മുന്നോട്ട് പോകുന്നുണ്ട്, അത് ഫലമണിയുന്നില്ല. മരുന്ന് കഴിച്ചു, ഫലമണിയുന്നില്ല. പിന്നീട് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള പ്രോസസ്സിലേക്ക് ചെല്ലുന്നു. അവിടെ ഇനി ക്യാരിങ് ആകാൻ പറ്റുമോ എന്ന സംശയവും അത് തടസ്സമാകുമോ എന്ന പ്രശ്നങ്ങളുമൊക്കെ ഉദിക്കുന്നുണ്ട്. അപ്പോൾ ഏജൻസിക്കാർ, അതുപോലെ കണ്ടെത്തിയ മറ്റൊരു വ്യക്തി, അവരൊക്കെയും കുഞ്ഞിനെക്കുറിച്ചാണ് സംസാരിച്ചത്. മൂത്ത കുട്ടി കുറേ കൂടി ഒന്ന് ആക്റ്റീവ് ആകുന്നതിന് ഒരു കുഞ്ഞുകൂടെ വന്നാൽ അത് ഉപകാരപ്പെടുമെന്ന സന്ദേശം അത് കൃത്യമായി കൈമാറുകയാണ്. എന്താണോ കുടുംബത്തിൽ ദമ്പതികൾ വിചാരപ്പെടുന്നത്, ആ വിചാരപ്പെട്ട വിഷയങ്ങളെ മറ്റു വ്യക്തികളിലൂടെ വെളിപ്പെടുത്തുകയാണ്. അതാണ് അമ്മ മാതാവിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത. നമ്മൾ രഹസ്യമായിട്ട് അമ്മ മാതാവിനോട് സംസാരിക്കുന്നൊരു വിഷയം, പ്രാർത്ഥിക്കുന്നൊരു നിയോഗം, അതിന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് പുറത്തു നിന്ന് നമ്മളെ അറിയാത്തവർ, നാമുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ നമ്മളോടത് അനുകൂലമായി അല്ലെങ്കിൽ ആ മേഖലയിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അതൊരു സന്ദേശം കൈമാറ്റപ്പെടുന്നുവെന്നാണ്. മകൾ പറയുന്നുണ്ട്, ആ 2 റെസ്പോൺസിനെ വല്ലാതെ എനിക്ക് ഒരു പ്രചോദനമായിരുന്നു. ഒന്ന്, ഒരു കൂട്ടുകാരി പരിചയപ്പെട്ടത് പറഞ്ഞത്, അത് ഒരു കുഞ്ഞുകൂടെ ഉണ്ടെങ്കിൽ മൂത്ത കുട്ടി കൂടുതൽ ഉന്മേഷവാനാകുമെന്ന്. വീണ്ടും ഏജൻസിയിൽ നിന്ന് കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുന്നുവെങ്കിൽ അതിനെപ്പറ്റി
അതിനെപ്പറ്റി നിങ്ങൾ കാര്യമായി ചിന്തിക്കുക. ജോലി എപ്പോൾ വേണമെങ്കിലും കിട്ടുമെന്നുള്ള ഒരു മറുപടി അതെന്നെ കൂടുതൽ സഹായിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, ഇത് അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ ഏതൊരു നിയോഗം നമ്മൾ സമർപ്പിക്കുമ്പോഴും അത് പ്രശ്നം ഏറെയുള്ളതാവട്ടെ, ഭാരപ്പെടുത്തുന്നതാവട്ടെ, പരിശ്രമിച്ച് പരാജയപ്പെട്ട് നിൽക്കുന്നതാവട്ടെ, നാം അത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഉടമ്പടി ജീവിതത്തെ നാം ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അത് വിശ്വസ്തത കൊണ്ട് ദൈവത്തിന് സ്വീകരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമുക്കതിനെ ബലപ്പെടുത്തി കഴിയുമ്പോൾ ഓരോ വിഷയങ്ങളും വേഗത്തിൽ അമ്മ മാതാവ് സഹായിക്കുന്നത് കാണുവാനാകും. സഹോദരി പറയുന്നുണ്ട്, ഞാൻ ഉദരത്തിൽ കുരിശടയാളം വരച്ച് മുട്ടിൽ നിന്നുകൊണ്ട് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ഞാനത് ജപമാല, കൃപാസനത്തിൻ്റെ ജപമാല ചേർത്ത് പിടിച്ച് ചൊല്ലിക്കഴിഞ്ഞ് ആ 2-3 ദിവസം കഴിഞ്ഞ് ഞാനിത് പരിശോധിക്കുമ്പോഴുണ്ട് ഞാൻ ഗർഭിണിയാണെന്ന സന്തോഷം അറിഞ്ഞുവെന്ന്. പിന്നീടും സഹോദരി ചേർത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പരീക്ഷകളും അതിൻ്റെ ഇൻ്റർവ്യൂസുമൊക്കെ അടുത്തു വരുമ്പോൾ ഈ ഡെലിവറിയുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതെന്താകുമെന്ന്, പ്രതിസന്ധിയാകുമോ എന്ന് ആദ്യമൊക്കെ എല്ലാവരും ആലോചിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തപ്പോഴും എനിക്കുറപ്പുണ്ടായിരുന്നു ഈ 2 വിഷയവും മാതാവിൻ്റെ ഇടപെടലാണ്. എൻ്റെ പ്രഗ്നൻസി ആവട്ടെ, എൻ്റെ അതുപോലെ തന്നെ ഈ വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സാവട്ടെ, അതിൻ്റെ പരീക്ഷകളാവട്ടെ, 2ഉം മാതാവിൻ്റെ ഇടപെടലിലൂടെ എനിക്കത് അനുവദിച്ച് നൽകിയത് കൊണ്ട് മാതാവ് സമയത്തിന് മേൽ അധികാരമുള്ളത് കൊണ്ട് എല്ലാം ക്രമീകരിക്കുമെന്നാണ്. മകൾ പറയുന്നുണ്ട്, 33 ദിവസം മുൻപേ ഒരു കുഞ്ഞിനെ പിറവി കൊടുക്കുവാൻ സാധിച്ചുവെന്ന്. ചെറിയൊരു കാര്യമല്ല. അമ്മമാർക്കറിയാം, അത്ര നേരത്തെയൊന്നും ഒരു ഡെലിവറി നോർമലായി അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ ലഭിക്കുന്ന രീതിയിൽ ലഭിക്കാറില്ല. സഹോദരി പറയുന്നുണ്ട്, എൻ്റെ അമ്മ മാതാവ് എനിക്ക് സമയം ചുരുക്കി ഡെലിവറി അനുവദിക്കുകയും എൻ്റെ കുഞ്ഞിന് 2.5 മാസം എത്തിക്കഴിയുമ്പോൾ പരീക്ഷ എഴുതുവാൻ പോകുവാൻ എന്നെ സഹായിക്കുകയും സഞ്ചാരി മാതാവ് അവിടെയുള്ള പരീക്ഷാ സമയം മുഴുവനും കൂടെ നിന്ന് എന്നെ സഹായിച്ച ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അത് പൂർത്തീകരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു വന്ന. പ്രിയമുള്ളവരെ, ഇങ്ങനെ നിരനിരയായി അടുക്കി ഇങ്ങനെ ദൈവം കൂടെ നടന്ന് കൈപിടിച്ച് അമ്മ മാതാവ് സംരക്ഷിച്ച് അനുഗ്രഹിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഈ സഹോദരി പങ്കുവെക്കുന്നത്. എത്ര അനുഗ്രഹങ്ങളാണ് എത്രയോ പരീക്ഷകൾ, എത്രയോ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ, വലിയ വിഷയങ്ങൾ സഹോദരി നിസ്സാരമായി ദൈവം ഇടപെട്ട് അത് സഹായിച്ചു കൊടുക്കുന്നതിനെ പങ്കുവെച്ച് തരുന്നു. അതുകൊണ്ട് നമുക്ക് ഉറച്ച ശരണത്തോടുകൂടി അമ്മയുടെ കരങ്ങളിൽ ജീവിത വിഷയങ്ങളെ ഏൽപ്പിക്കാം. സമയം സഹോദരി സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സമയമുണ്ട്, അത് അനുഗ്രഹിക്കുന്ന സമയമാണ്. ദൈവത്തിന് ഇടപെടുവാൻ സന്മനസ്സുണ്ട്. നാം നമ്മുടെ ജീവിതം ക്ലിയർ ആക്കുമ്പോൾ, വൃത്തിയാക്കുമ്പോൾ ദൈവം ഇടപെട്ട് ഇത്ര നാളായി നടക്കാതിരുന്നത് വേഗത്തിൽ ഒരുക്കി തന്നുകൊണ്ട് ഞാൻ കൂടെയുണ്ട്, ധൈര്യമായി മുന്നോട്ട് പോകുമെന്ന് നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ശക്തനായ ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് നൽകുവാൻ എപ്പോഴും സന്നദ്ധനാണ്. ഈശോയ്ക്ക് ചേർന്ന വിധം ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഓരോ നന്മകളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. മാതാവിനും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മീനു അനിൽ. ഞാൻ തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ്. ഞാൻ ഓഗസ്റ്റ് 2024 എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുമായിരുന്നു. എപ്പം എവിടെ തണുപ്പുള്ളിടത്ത് ചെന്നിരുന്നാലും എനിക്കൊരു അരമണിക്കൂറിൽ കൂടുതൽ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് AC കമ്പ്യൂട്ടർ സയൻസിലാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തത്. അപ്പം എപ്പോഴും AC-ക്കകത്തിരിക്കണം. അപ്പം ഞാൻ മാത്രം ഏറ്റവും കട്ടിയുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകും. കാരണം എനിക്ക് അത്രയ്ക്ക് തണുപ്പ് പറ്റത്തില്ലായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ വീട്ടിൽ വരുമ്പം ഡ്രസ്സ് ഊരി കഴിയുമ്പം എൻ്റെ ദേഹത്ത് മൊത്തം റാഷസും പിമ്പിൾസും ഒക്കെ ആയിരിക്കും. അതുപോലെ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും എനിക്ക് കയറി കഴിയുമ്പോഴത്തേക്കും എനിക്കങ്ങോട്ട് എൻ്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങുകയും പല്ല് കടിക്കുകയും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. എനിക്കതുപോലെ നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ഉടമ്പടി എടുത്തപ്പം ആദ്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എനിക്കത് മാറിക്കിട്ടണം. കാരണം എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥയാണ് ഞാൻ. അപ്പം ആദ്യത്തെ ഉടമ്പടിയിൽ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ തൈലമൊക്കെ വെച്ച് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ആണെങ്കിലും തൈലം വെച്ച് വിശ്വാസപ്രമാണവും ചൊല്ലിയിട്ടേ പോവുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് ഒരു 2-3
എൻ്റെ ഒരു ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. ആ തണുപ്പെന്ന് പറയുന്ന ആ ഒരു ഫീൽ എനിക്കില്ല. ഈവൻ എൻ്റെ കൈ തണുത്ത് മരവിച്ചിരിക്കുവാണേലും എനിക്കത് അറിയത്തില്ല. എൻ്റെ ദേഹം അത്രയ്ക്ക് വാമാണ്. ഞാൻ കംഫർട്ടബിളായി മാറിയായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പടി ഞാൻ ഓൺലൈനായിട്ട് ആദ്യം ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം ആ സമയത്തൊന്നും എനിക്ക് വലിയ വിശ്വാസത്തോടെ എടുത്തതല്ല. എല്ലാവരും പറയുന്നു എടുക്ക് സുഖമാവും അങ്ങനെ പറഞ്ഞെടുത്തതാണ്. ഞാൻ അധികം അന്നൊന്നും പ്രാർത്ഥിക്കത്തുമില്ലായിരുന്നു. പ്രാർത്ഥിക്കും, പക്ഷേ ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ എൻ്റെ ഫാമിലി ദുബായിലാണ്. അപ്പം ഞാൻ അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ദുബായിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു ദിവസം രാത്രിയിൽ എൻ്റെ ഒരു പല്ല് വല്ലാണ്ട് കേടായിട്ടിരിക്കുമായിരുന്നു. അത് ഒടിഞ്ഞുപോയി. ഒരു പല്ലൊടിയുക എന്ന് വെച്ചാൽ ഒരു ഭാഗം മാത്രം ഒടിഞ്ഞ് പോന്നു. എൻ്റെ പ്രാണം പോകുന്ന വേദനയായിരുന്നു ആ ഒരു സെക്കൻഡിൽ. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മാതാവേ എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചു പോയി. അപ്പം ഒരു 2 മിനിറ്റിന് ശേഷം പിന്നെ ഞാൻ നാട്ടിൽ എത്തുന്നിടം വരെ എനിക്കൊരു ശകലം പോലും വേദനയില്ലായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പൂർണ്ണ വിശ്വാസത്തിലേക്ക് വന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ എല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എൻ്റെ മുറിയിലേക്ക് തിരിച്ചു വന്ന് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ മുറി ഭയങ്കര മണമാണ്. ഒരു സ്പ്രേ കമന്നു പോയ മണമാണ്. ഒരു ഫുൾ സ്പ്രേ കുപ്പി മറിഞ്ഞു പോയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഞാനിപ്പോൾ ഓർത്ത് സ്പ്രേ വല്ലതും മറിഞ്ഞു പോയതാണോ എന്ന് ഓർത്ത് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ടേബിളിൻ്റെ അടിയിലാണ് ഈ സ്പ്രേയുടെ ബോട്ടിൽസൊക്കെ വെച്ചേക്കുന്നത്. അവിടെ എല്ലാം നോക്കി, ഇല്ല, ഒന്നും മറിഞ്ഞു പോയിട്ടില്ല. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് പോയി. അപ്പോൾ എനിക്കൊരു മാതാവ് വന്നതാണോ എന്നൊരു മനസ്സിലൊരു ഫീല് തോന്നി തുടങ്ങി. പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിക്കാനും ഒക്കെ പോയി തുടങ്ങി. അതുപോലെ തന്നെ വിശ്വാസം കൂടുതലായി. ഞാൻ ഒരു വലിയ വിശ്വാസിയല്ലായിരുന്നു. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയ ഇഷ്യൂ ആയിട്ട് എനിക്കങ്ങ് പൂർണ്ണ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. സത്യം പറഞ്ഞു, ഞാൻ ദൈവം കാണുന്നില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അതൊക്കെ മാറി കാണുന്നുണ്ട്, ദൈവം എന്നെ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിലേക്ക് വരാൻ തുടങ്ങി. കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരു ചെറിയൊരു അസുഖം വരുമ്പോൾ പോലും ഞാൻ ഉപ്പും തേനും അതുപോലെ തന്നെ തൈലവും യൂസ് ചെയ്യുന്നത് കൂടുതലാക്കി. കാരണം മാസത്തെ എനിക്ക് പനി വന്നുകൊണ്ടിരുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു 2-3 തവണയെങ്കിലും ഞാൻ ആശുപത്രിയിൽ പോകുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ആസ്മ വളരെ കൂടുതലായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. ഇപ്പം ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ ഒരു സാധാ മനുഷ്യന് വരുന്ന പോലത്തെ പനിയും അസ്വസ്ഥത മാത്രമേ എനിക്കിപ്പോൾ വരാറുള്ളൂ. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് 2ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയപ്പം ഇതുപോലെയാണ്. വന്ന് പ്രാർത്ഥിച്ചു, എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോയി. ഒരു ദിവസം മുറ്റത്ത് വെളിയിൽ നിൽക്കുകയാണ്. അവിടെ അങ്ങ് ഒരു ചെടിയോ ഒരു പൂവോ ഇല്ലാത്തതാണ്. എൻ്റെ ചുറ്റുമാണെങ്കിൽ മണമെന്ന് വെച്ചാൽ ചുറ്റും മണമാണ്. എൻ്റെ ചുറ്റും ഞാൻ നിൽക്കുന്ന ആ ഭാഗത്ത് മാത്രമാണ് സുഗന്ധം ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് പോയി. അതുപോലെ തന്നെ ഞാൻ ആ സമയത്തും കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർ പറയും ഇന്ന പോലെ എനിക്ക് വയ്യ, അസുഖമാണ്. അതുപോലെ തന്നെ ഈ പള്ളിയിലൊക്കെ വിളിച്ചു പറയുമല്ലോ, ആശുപത്രി കിടക്കുന്നു, ഭയങ്കര കൂടുതലായി കിടക്കുന്നു, അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ എനിക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇപ്പം ഒരാൾ വഴിയെ പോവുകയാണ്, ഇപ്പോൾ ഒരാൾ സഹായം ചോദിച്ചാൽ വലിയ മൈൻഡില്ലാതെ പോകുന്ന ഒരാളായിരുന്നു ഞാൻ. എങ്കിലും ഇപ്പം അതൊക്കെ മാറി എന്നാലാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിലും ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി വയ്യ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി, ഇപ്പോൾ കൈക്ക് വേദനയാണെന്ന് പറയുമ്പോൾ ഞാൻ കയ്യിൽ തൈലം പൂശി വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം വന്ന് എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കി. ഞാൻ 3 വർഷമായി എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട്. എനിക്ക് പുറത്തു പോയി അബ്രോഡിൽ പോയി പഠിക്കണമെന്നൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു ജീവിതാഭിലാഷം എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇനിയൊരു മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി അബ്രോഡിൽ പോകുക എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് ശരിയാവുന്നതെന്ന് എല്ലാവരും ചോദിക്കും. അതുപോലെ തന്നെ എൻ്റെ ചേച്ചി ഒരു നല്ലൊരു സ്റ്റുഡൻ്റാണ്, നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം അവൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇറാസ്മസ് മുണ്ടസിൻ്റെ ഒരു പ്രോഗ്രാമിനെ പറ്റി എൻ്റെ ബ്രദർ പറഞ്ഞ് അവൾ അറിഞ്ഞ് അയച്ചു.
പക്ഷെ കിട്ടിയില്ല. നല്ലൊരു ടോപ്പറായിരുന്നു അവൾ, എന്നിട്ടും ഒക്കെ കിട്ടിയില്ല. അപ്പം അന്ന് തൊട്ടേ ഉള്ളൊരു ഒരു 6-7 വർഷമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അവൾക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടണം. പക്ഷേ എങ്ങനെ എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. കാരണം അതിന് മാത്രമുള്ളൊരു മെറിറ്റും എനിക്കില്ല. അപ്പം 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ ഇറാസ്മസിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 3 തവണ ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് റിജക്ഷൻ വന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് ചെറിയ ചെറിയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എക്സ്പീരിയൻസും ഒക്കെ വെച്ച് എനിക്ക് കിട്ടും എന്നൊരു കോൺഫിഡൻസ് ആദ്യത്തെ 2 തവണ അയച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നു. അതെല്ലാം പോയി. റിജക്ഷൻ മെയിൽ വരുമ്പോൾ എല്ലാം എൻ്റെ ഹൃദയം അങ്ങ് പൊട്ടുന്ന വേദനയായിരുന്നു. അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഞാൻ. ഈ 3ാമത്തെ ഉടമ്പടി പുതുക്കി. അപ്പം ആ സമയത്താണ് ആപ്ലിക്കേഷൻ അയച്ചിട്ടിരിക്കുന്ന സമയമാണ്. പുതുക്കി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്നു, ഷോർട്ട് ലിസ്റ്റഡ് ആയി, ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു. അപ്പം ഇൻ്റർവ്യൂ 2-3 ദിവസത്തിനകമാണ്. അപ്പം ഞാൻ കാശുരൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് തൈലവും പൂശിയിരിക്കുക. ഇൻ്റർവ്യൂവിൻ്റെ സമയമായി. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. എനിക്കാണെങ്കിൽ ആൾക്കാരെ കാണുന്നതും ഇൻ്റർവ്യൂവിനൊക്കെ അപ്പിയർ ചെയ്യുന്നതൊക്കെ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ കൈയും കാലും വിറയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ അവർ പറയുന്നത് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റണേ, ഞാൻ ചെയ്തത് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ, എങ്കിലും എനിക്കത് പറയാനുള്ളൊരു ഗട്ട്സ് എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഓലാക്ക് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. സാർ ആദ്യം എന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയതിന് ശേഷമാണ് എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് വളരെ നന്നായിട്ട് തന്നെ പറയാൻ പറ്റി. അപ്പം ഞാൻ എന്നാലും ഞാൻ വിചാരിക്കുന്നില്ല, കാരണം ടോപ്പേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ അത്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ എത്രയോ ഇൻ്റർവ്യൂകൾ എന്നെ കടന്നു പോകുന്നു, അങ്ങനെ വിചാരിച്ചിരുന്നു. എന്നാലും ഒരു പ്രതീക്ഷയുടെ ഒരു കണികയുണ്ട്. മാതാവ് കാക്കും, വേറൊരു വഴിയില്ല. ഞാൻ ഇവിടെ വന്നിരുന്ന് ഇവിടുത്തെ 3ാമത്തെ ഉടമ്പടി ഇത് വെച്ചപ്പോൾ എൻ്റെ മാതാവേ, ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല, എനിക്ക് വേറെ ഒരു മെറിറ്റും ഇല്ല, എനിക്കിത് തരണേ. ഞാൻ അത്രയ്ക്ക് മടുത്തു എൻ്റെ ജീവിതം എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടിയിൽ അത് വെച്ചത്. എന്നിട്ട് ഞാൻ അന്ന് എഴുതിയപ്പോൾ പറയുകയും ചെയ്തു, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. എനിക്ക് ഭയങ്കര പേടിയാണ് കയറി നിന്ന് സാക്ഷ്യം പറയാം, എങ്കിലും ഞാൻ പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി. ഇപ്പം ദാ എനിക്ക് സെലക്ഷനായി. ഞാൻ 22-ാം തീയതി പോവുകയാണ്. സാൾസ്ബർഗ്, ഓസ്ട്രിയയിലാണ് എൻ്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. എൻ്റെ ഇറാസ്മസ് മുണ്ടസ് ജോയിൻ മാസ്റ്റേഴ്സ് ഇൻ കോപ്പർനിക്കസ് ഡിജിറ്റൽ എർത്ത് എന്നാണ് എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ പേര്. അത് ജിയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് എർത്ത് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ഈ സ്പേസിനെ പറ്റിയും എർത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത് എങ്ങനെ നമ്മുടെ റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കാം എന്നുള്ളൊരു സ്റ്റഡിയാണ്. എന്ന് വെച്ചാൽ ഈ ഡിസാസ്റ്റർ റിസ്ക് ഒക്കെ നടക്കുന്ന സമയത്ത് സാറ്റലൈറ്റിൻ്റെ ഡേറ്റയൊക്കെ യൂസ് ചെയ്താണ് ആൾക്കാരെ രക്ഷിക്കാനൊക്കെ പോകുന്നത്. അപ്പം ആ ഒരു മേഖലയിലാണ് എൻ്റെ പഠിത്തം. 3 രാജ്യങ്ങളിലായിട്ടാണ് ഇത് ഈ പ്രോഗ്രാം, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. ആദ്യം ഓസ്ട്രിയ, പിന്നെ ചെക്ക് റിപ്പബ്ലിക്, പിന്നെ ഫ്രാൻസ്. എൻ്റെ ആദ്യത്തെ 6 മാസം ഓസ്ട്രിയയിലാണ്. യൂണിവേഴ്സിറ്റി ഓഫ് സാൾസ്ബർഗ് ആണ് എൻ്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ആദ്യം റെസിഡൻസ് പെർമിറ്റിന് അയക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ജൂലൈ 27-ാം തീയതിയാണ് അതിന് ഡേറ്റ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ജൂലൈ 27-ന് കിട്ടിയാൽ എനിക്ക് സെപ്റ്റംബർ 29-ന് അവിടെ ക്ലാസ് തുടങ്ങും. അപ്പം അത് ഒരു 2 മാസമെങ്കിലും എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അത് ശരിക്കും പറഞ്ഞാൽ. അപ്പം 27-ാം തീയതി കിട്ടി, അപ്ലൈ ചെയ്ത് അത് സാൾസ്ബർഗിൽ ചെന്ന് അപ്രൂവ് ആയി വരണമെങ്കിൽ അതൊരു 2 മാസം 3 മാസം പിടിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ MSCക്ക് എപ്പോഴും ചോദിക്കും, എനിക്ക് വേറൊരു ഡേറ്റ് തരാമോ. അപ്പം പെട്ടെന്നൊരു ദിവസം അവരെനിക്ക് ജൂലൈ 1 തന്നു. അങ്ങനെ ഞാൻ കൊടുത്തു. 15 ദിവസത്തിനുള്ളിൽ എൻ്റെ RP എൻ്റെ കൂടെ അപ്ലൈ ചെയ്തവർക്ക് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് 15 ദിവസത്തിനുള്ളിൽ എൻ്റെ RP അപ്രൂവായി. മിനിഞ്ഞാന്ന് എൻ്റെ വിസ വന്നു. ഞാൻ 22-ാം തീയതി പോകുന്നു. അതുപോലെ തന്നെ പോകുന്നതിന് മുന്നേ ഞാൻ അവിടെ കുറച്ച് പേരെ പരിചയപ്പെട്ടു. അതിൻ്റെ ഇടയിൽ ഞാനൊരു അച്ഛനെയും പരിചയപ്പെട്ടു. ഞാൻ താമസിക്കുന്നതിന് ഒരു 10 മിനിറ്റ് നടന്ന പള്ളിയുണ്ട്. അതുപോലെ തന്നെ മലയാളം കുർബാനയുണ്ട്. അതുപോലെ യൂത്തിൻ്റെ എല്ലാ പ്രോഗ്രാംസിലും ഞാൻ ഇപ്പോഴേ പങ്കെടുക്കാനുള്ള ഒരു ഇതിലായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് മാതാവിൻ്റെ ഒരു കുട്ടിയായി തന്നെ മുന്നോട്ട് പോകുമെന്നും, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാവരെയും സഹായിക്കാനും എന്നാലാവുന്ന സഹായം ഇപ്പോഴും ഞാൻ ചെയ്യും, ഫ്യൂച്ചറിലും ഞാൻ ചെയ്യും. അമ്മ മാതാവിനും ഈശോമിശിഹായ്ക്കും 1000 നന്ദി. യെശയ്യാ 65:8 കർത്താവ് അരുളി ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ വീഞ്ഞ് കാണുമ്പോൾ അത് നശിപ്പിക്കരുത്,
അതിൽ ഒരു വരം ഉണ്ട് എന്ന് പറയുന്നത് പോലെ എൻ്റെ ദാസർക്ക് വേണ്ടി ഞാനും പ്രവർത്തിക്കും. മീനു അനിൽ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ 2 പ്രധാന സാക്ഷ്യങ്ങളാണ് അമ്മ മാതാവിൻ്റെ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ആദ്യത്തേത് മകളുടെ പല്ല് പെട്ടെന്ന് ഒടിയുകയും വലിയ വേദനയും ക്ലേശവും മകൾ അനുഭവിക്കുകയും ചെയ്തുവെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അത് മകൾക്ക് പൂർണ്ണമായ സൗഖ്യവും വേദനകളും മറ്റ് പ്രശ്നങ്ങളുമില്ലാതെ മകൾ ആ ഒരു ക്ലേശത്തിൽ നിന്ന് കരകയറുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് മകൾ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തിയത്, മകളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഏറ്റവും കോമ്പറ്റീറ്റീവ് ലെവൽ സ്കോളർഷിപ്പായ ഇറാസ്മുസ് മുണ്ടുസ് എന്ന് പറയുന്ന സ്കോളർഷിപ്പിന് മകൾ തിരഞ്ഞെടുക്കപ്പെട്ടതിനെയാണ് മകൾ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഏകദേശം 30 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണിത്. അത് മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുന്ന കാലത്ത് അലവൻസായി ഏതാണ്ട് 1,10,000 വെച്ച് മകൾക്ക് കിട്ടുകയും ബാക്കി അവിടെ ട്യൂഷൻ ഫീസും യാത്രാ ചെലവുകളും പഠനത്തിൻ്റെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അത് നൽകുകയും ചെയ്യുന്ന വളരെ ഗൗരവമുള്ള ഒരു സ്കോളർഷിപ്പാണിത്. 30 ലക്ഷത്തോളം രൂപ അലവൻസായി ലഭിക്കുന്നു. ബാക്കി അതിൻ്റെ എല്ലാ മേഖലകളും കവർ ചെയ്യുന്നു. അതിനൊന്നിനും ഇവിടുന്ന് അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നത് മുതൽ ആ പഠനം പൂർത്തീകരിക്കുന്നത് വരെ യാതൊരു ചിലവുമില്ലാതെ ഏതാണ്ട് ഓൾടുഗദർ 75 to 1 crore സ്കോളർഷിപ്പ് തുകയാണ് ഇതിനു വേണ്ടി ഇന്ത്യൻ റുപ്പിയിലുള്ളത്. ചെറിയ ഒരു കാര്യമല്ല, വളരെ ഗൗരവമുള്ള ഒരു കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാംസാണ് ഇതിനുള്ളത്. അതിൻ്റെ ആ സ്കോളർഷിപ്പാണ് മകൾ നേടിയത്. മകൾ പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി വളരെ ജീനിയസാണ്, സ്റ്റുഡിയസാണ്, അവൾ ഇതിനു വേണ്ടി കുറേ പരിശ്രമിച്ച് പരാജയപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന ഞാൻ ഇത് കിട്ടില്ല എന്നെനിക്കറിയാം. എൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് എനിക്കൊരാഗ്രഹമായിരുന്നു. അവൾ അപ്ലൈ ചെയ്തതുകൊണ്ട് ഇതെനിക്ക് അപ്ലൈ ചെയ്യണം, പരിശ്രമിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. മെറിറ്റ് കൊണ്ട് സാധിക്കില്ല എന്നെനിക്ക് ഉറപ്പുള്ളതാണ്. അതാണ് മകൾ ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. അതിൻ്റെ പോയ കടമ്പകളും പ്രശ്നങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ മകൾ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു. എൻ്റെ കഴിവിനാലല്ല, ദൈവകൃപയാൽ മാത്രം, ദൈവകൃപയാൽ എനിക്ക് അമ്മ മാതാവ് ഈ വലിയൊരു സ്കോളർഷിപ്പ് അനുവദിച്ച് നൽകി. ഒരു മാസ്റ്റേഴ്സ് ഇവിടെ പൂർത്തീകരിച്ച് എനിക്ക് മറ്റൊരു മാസ്റ്റേഴ്സ് അത് ഫുള്ളി ഫണ്ടഡായിട്ടും അലവൻസോടുകൂടിയും ചെയ്യുവാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് മകൾക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ലഭിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. ജീവിതത്തിൻ്റെ വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ നമ്മുടെ മെറിറ്റ് അല്ല, മറിച്ച് ഉടമ്പടിയിൽ നമ്മൾ പുലർത്തുന്ന വിശ്വസ്തതയാണ് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവാനുഗ്രഹമായി മാറുന്നതിന് കാരണമാവുക. മകൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ പഠനത്തിന് വേണ്ടി പോകുമ്പോൾ മകൾ ഉടമ്പടി ഇപ്പോൾ NRA ആയിട്ട് മാറ്റിയിട്ടാണ് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. അത് ജീവിതത്തിൽ എൻ്റെ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ആഗ്രഹങ്ങളെ, എൻ്റെ ചെറിയ പരിശ്രമങ്ങളെ, എൻ്റെ വലിയ ആഗ്രഹങ്ങളെ അമ്മ മാതാവ് തിരുക്കുമാരൻ്റെ സംരക്ഷണയാൽ എനിക്ക് ഒരുപക്ഷെ സാധിക്കാത്തൊരു വിഷയം, ഒരു തരത്തിലും എനിക്ക് ലഭിക്കാത്തത് അമ്മ അനുവദിച്ചു തന്നതിൻ്റെ സന്തോഷം മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ, അതിൻ്റെ വലിയ വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം. എല്ലാം നമ്മുടെ പരിശ്രമത്തിലല്ല, എല്ലാം നമ്മുടെ പണത്തിലല്ല, മറിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഹൃദയം ശുദ്ധീകരിച്ച് കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും നമ്മൾ നന്നായി അടിയുറപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ തന്നെ ജീവിത വഴികളിലേക്ക് ആ മുന്തിരിയിൽ വീണ് തുടങ്ങുന്നത് പോലെ നമ്മുടെ തന്നെ ജീവിത വഴികളിൽ ദൈവകൃപയുടെ പുതിയ പുതിയ അടയാളങ്ങൾ അമ്മ മാതാവിൻ്റെ ഈശോ നമുക്ക് നൽകുന്നത് അനുഭവിക്കുവാനാവും. വലിയ അനുഗ്രഹത്തിലേക്ക് ജീവിതം അത് നയിക്കുകയും ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കന്മാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. 2023 ജൂലൈ 15 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ 2019 ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടീൻ്റെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2023 ജൂലൈ 15 ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. B1 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എക്സാം എഴുതിയായിരുന്നു. പക്ഷേ ഞാൻ എക്സാം പാസ്സായില്ല, ഫെയിലായി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഒരു പ്രാവശ്യം എക്സാം എഴുതി. അപ്പോഴും ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞാൻ എക്സാം എഴുതി. പക്ഷേ ഞാൻ ഇവിടുത്തെ ഉടമ്പടി നിബന്ധനകളൊന്നും പാലിക്കുന്നില്ലാത്തത് കൊണ്ട് അത് ഞാൻ ഫെയിലായി. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഡേറ്റ് എടുത്തു. ഡേറ്റ് ഒന്നും ആദ്യം കിട്ടുന്നില്ലായിരുന്നു.
അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഏപ്രിൽ 18 എനിക്ക് 2 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. റൈറ്റിങ്ങിനും ലിസണിങ്ങിനും ഡേറ്റ് കിട്ടി. ഞാനിവിടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. റൈറ്റിങ്ങിന് വചനം എഴുതിയും ലിസണിങ്ങിന് അച്ഛൻ്റെ സാക്ഷ്യവും അച്ഛൻ്റെ ധ്യാനവും ഉടമ്പടി സാക്ഷ്യവും കേട്ടാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മെറിറ്റ് കുറച്ചിട്ട് കൂടുതൽ പ്രാർത്ഥനയിലും കാരുണ്യ പ്രവർത്തനങ്ങളിലായിരുന്നു ശ്രദ്ധ കൊടുത്തത്. ഞാനിരുന്ന് ബൈബിൾ വചനം കുറേ എഴുതി, സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും കുറേ കേട്ടു. ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് വിചാരിക്കുന്നൊക്കെ ഭയങ്കര ഒരു ബോധമായിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷേ ഞാൻ അന്ന് തൊട്ട് കേൾക്കുന്ന സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഏപ്രിൽ 18 2 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. ഞാൻ എക്സാം സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ടും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഫുൾ പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാം സെൻറ്ററിൽ വന്നിട്ടും എൻ്റെ ചുറ്റിനിരിക്കുന്ന കുട്ടികൾ മുഴുവനും പഠിക്കുമായിരുന്നു. എനിക്കെപ്പോഴും പഠിക്കാനൊന്നും തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് എത്രയോ കൊന്ത ചൊല്ലി. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ കയറി. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ലിസണിങ് വന്നു. ലിസണിങ്ങിൻ്റെ സമയത്ത് അവരെന്താ പറയണത് ഞാൻ ഒന്നും കേട്ടില്ല. എനിക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു, ഞാൻ ഒന്നും കേട്ടതില്ല. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. റൈറ്റിങ്ങും ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല എക്സാം ഈസിയാണോ അല്ലയോ എന്ന്. മാതാവ് തരുന്ന എന്താണോ അത് ഞാൻ സ്വീകരിക്കാൻ റെഡിയായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം റിസൾട്ട് വന്നു. ഞാൻ 2 മൊഡ്യൂളിലും പാസ്സായി. ഈ ഫസ്റ്റത്തെ ഡേറ്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ എനിക്ക് രണ്ടാമത്തെ സ്പീക്കിങ്ങിനും റീഡിങ്ങിനും എനിക്ക് ട്രിവാൻഡ്രം ഡേറ്റ് കിട്ടി. പക്ഷേ എനിക്ക് സ്പീക്കിങ് ഫേസ് ടു ഫേസ് ആയതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. 10 ദിവസത്തിനുള്ളിൽ സ്പീക്കിംഗ് എനിക്ക് എക്സാം എഴുതണം. അതുകൊണ്ട് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു. പക്ഷേ റീഡിങ്ങിന് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. സ്പീക്കിങ്ങിന് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു. ഒരു 50 സംതിങ് ടോപ്പിക്കേ ഞാൻ നോക്കിയുള്ളൂ. ബാക്കി ഇനിയുമുണ്ട് കുറേ ടോപ്പിക്കുകൾ നോക്കാൻ. പക്ഷേ ഞാനിരുന്ന് പ്രാർത്ഥന ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ 10 ദിവസം കൊണ്ട് എനിക്ക് എത്ര ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്ര ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തു. അങ്ങനെ എക്സാം ഡേറ്റിന് മുന്നേ എനിക്ക് 4-ാം തീയതി എന്നുള്ളൊരു ഡേറ്റ് കിട്ടി. പക്ഷേ എനിക്ക് എക്സാം വന്നായിരുന്നു അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ഇമെയിൽ വന്നു, എനിക്ക് 4-ാം തീയതിയാണ് എക്സാം എന്നെനിക്ക് ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ വന്നു. എക്സാം സെൻറ്ററിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്പീക്കിങ്ങിന് ഫുള്ള് ഡിസ്കസും ചെയ്തും ഫുള്ള് പഠിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴും ഞാൻ റീഡിങ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഫുള്ള് ബൈബിൾ വായിക്കുക തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കിങ് ഞാൻ എക്സാം ഹാളിൽ കയറി. എനിക്കെന്തോ ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരുന്നു. എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. നിർബന്ധമല്ല, എൻ്റെ പാർട്ട്ണർ മാതാവിനെ അറിയുന്നതോ കൃപാസനത്തെ പറ്റി അറിയുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എക്സാമിന് സെൻറ്ററിന് മുന്നേ. അതെനിക്കൊരു വലിയൊരു നെഗറ്റീവായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എക്സാം സെൻറ്ററിൽ കയറി. എക്സാം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റീഡിങ് കിട്ടി, സ്പീക്കിങ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് സ്പീക്കിങ്ങിന് മാത്രമായിട്ട് ഡേറ്റ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഫുള്ള് പഠിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല. ഞാനൊരു ടോപ്പിക്ക് പോലും എക്സാമിന് തലേന്ന് വരെ നോക്കിയിട്ടില്ലായിരുന്നു. എക്സാമിന് തൊട്ട് തലേന്ന് ഞാൻ ക്യാഷ്വലായിട്ട് ഒരൊറ്റ ടോപ്പിക്ക് മാത്രമേ നോക്കിയുള്ളൂ. ബാക്കി ഞാൻ ഫുള്ള് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഒട്ടും പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ചുറ്റിനിരിക്കുന്നവരോടും കൃപാസനത്തെ പറ്റിയും യേശുവിനെ പറ്റിയും മാതാവിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പത്രം ഉണ്ടായിരുന്നു. ഞാൻ ഒരു കെട്ട് പത്രം ഉണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴിക്കും ഞാൻ കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രം വരെ പോകുമായിരുന്നു. അപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലും പിന്നെ എക്സാം സെൻറ്ററിലും ഞാൻ പത്രം കൊടുത്തു. മാതാവിനെ പറ്റിയും യേശുവിനെ പറ്റിയും പറഞ്ഞു. അങ്ങനെ ഞാൻ സെൻറ്ററിൽ കയറി. എൻ്റെ പാർട്ട്ണർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, കൃപാസനത്തെ പറ്റി അറിയാവോ, മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് രൂപവും എൻ്റെ കയ്യിൽ ഉപ്പും ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒരു മനസ്സിന് റിലീഫ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ പാർട്ട്ണറിനും എനിക്കും ഞാൻ ഉപ്പ് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ എക്സാം സെൻറ്ററിൽ കയറിയപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് ഞാൻ തലേന്ന് ഏത് ക്വസ്റ്റ്യൻ ആണോ ക്യാഷ്വലായിട്ട് നോക്കിയത് ആ ടോപ്പിക്കാണ് എനിക്ക് എക്സാമിന് കിട്ടിയത്. സ്പീക്കിങ് 2 ടൈലുണ്ട്. ഒന്നാമത്തെ ടൈലാണ് എനിക്ക് ഈ ടോപ്പിക്ക് കിട്ടിയത്. രണ്ടാമത്തെ ടൈലൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ടൈലിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് ആൻസർ വരുന്നത് എനിക്കറിയത്തില്ല. ജർമ്മൻ ലാംഗ്വേജ് ഞാൻ B2 വരെ പഠിച്ചെങ്കിലും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു.
പക്ഷേ എക്സാം സെൻറ്ററിൽ കയറി എനിക്ക് എവിടുന്നാന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് മാതാവ് ഇങ്ങനെ പറഞ്ഞതിനും കൂടെ വരും എന്നൊക്കെ. പക്ഷേ ഇതെനിക്ക് മാതാവ് ശരിക്കും കൂടെ വന്ന പോലെയായിരുന്നു. ഞാൻ എക്സാം ഹാളിൽ കയറി, ഞങ്ങൾ 2 പാർട്ട്നേഴ്സും ഞാനും എൻ്റെ പാർട്ട്ണറും ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി, എൻ്റെ കയ്യിൽ ഉപ്പ് ഞാൻ അവനും കൊടുത്തു, ഞാനും വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുത്തായിരുന്നു എക്സാം റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നറിയാൻ. അങ്ങനെ റിസൾട്ട് വന്നു, ഞങ്ങൾ 2 പാസ്സായി. അങ്ങനെ മാതാവ് എനിക്ക് 4 മൊഡ്യൂളും പാസ്സാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. ആദ്യം പ്രോസസ്സിങ്ങിന് കൊടുത്തത് റെഡിയായില്ല. രണ്ടാമത് ഞാൻ പ്രോസസ്സിങ്ങിൻ്റെ വേറൊരു ഏജൻസിക്ക് കൊടുത്തു. അങ്ങനെ ഉടമ്പടി തീർന്നതിൻ്റെ അവസാന ദിവസമെങ്കിലും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടണമെന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ 29-ാം തീയതി എൻ്റെ ഉടമ്പടി തീരുന്ന അന്ന് തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വിസയ്ക്ക് ഡേറ്റ് കിട്ടാനുള്ളതാണ്. വിസയ്ക്ക് ഞാൻ അന്ന് കറക്റ്റ് മെയ്യിലാണ് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയത്. മെയ് തൊട്ട് അന്ന് തൊട്ട് വിസയ്ക്ക് ഭയങ്കര ട്രബിളായിരുന്നു, ഡേറ്റ് കിട്ടാൻ ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് കൊച്ചി തന്നെ ഡേറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ജൂൺ 8-ാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടി കൊച്ചിയിൽ. എനിക്ക് 24-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റും ഓൾറെഡി കിട്ടിയായിരുന്നു. പക്ഷെ അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടിയത് 24-ാം തീയതി ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെക്കാൻ പോയി. അപ്പോഴും വേറെ പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ ഏജൻസിക്കാർ ട്രാവൽ ഇൻഷുറൻസ് ഓൺലൈനായിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷെ അവർ കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസ് 50% ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു വിസ റിജക്റ്റ് ആവാതെ എനിക്ക് അപ്രൂവ് ആക്കി തരണേന്ന്. അങ്ങനെ വിസ വെച്ച് 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിസ കിട്ടി. ഞാൻ നെക്സ്റ്റ് മന്ത് സെപ്റ്റംബർ 11-ന് ജർമ്മനിക്ക് പോവുകയാണ്. ഇതാണ് മാതാവ് എനിക്ക് തന്ന 1-ാമത്തെ സാക്ഷ്യം. 2-ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ടേ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. ഒരു 7 വർഷത്തിൽ കൂടുതൽ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. അത് വന്നാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, സ്മെല്ലടിച്ച പ്രശ്നം, സൗണ്ട് കേട്ട പ്രശ്നം, തലയനക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഡെയിലി മാതാവിൻ്റെ തൈലം തലയിൽ ഇങ്ങനെ 4 സൈഡിലും ഞാൻ പൂശുമായിരുന്നു. അങ്ങനെ ഇത് എപ്പോഴാണ് പോയെന്ന് എനിക്കറിയത്തില്ല. പീരിയഡ് ടൈം ആകുമ്പോൾ എനിക്ക് മന്ത്ലി ഒരു 1, 2, 3 ടൈംസ് ഒക്കെ ഇത് വരുമായിരുന്നു. അപ്പോൾ ഞാൻ പാരസിറ്റമോൾ, ആയുർവേദം കുറേ എല്ലാം ട്രൈ ചെയ്തു. പക്ഷേ എന്നാലും ഇത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി തൈലിട്ട് പ്രാർത്ഥിച്ചിട്ട് എപ്പോഴാണ് പോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ മൈഗ്രെയിൻ തലവേദന കുറഞ്ഞു. ഇപ്പോൾ 1 വർഷമായിട്ട് എനിക്ക് അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള തലവേദന വന്നിട്ടില്ല. മൈൽഡായിട്ട് അത് ജസ്റ്റ് ഒന്ന് ടൈഗർ ബാം തേച്ചാലോ ഒന്ന് ഉറങ്ങി എണ്ണീറ്റാലോ അത് പോകുമായിരുന്നു. ഇനി അതും പോയില്ലെങ്കിൽ രാവിലത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം എൻ്റെ തലവേദന പോകുമായിരുന്നു. ഇതാണ് 2-ാമത്തെ സാക്ഷി. 3-ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. എനിക്ക് മുഖത്ത് ചെറിയ പാച്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഓരോ ടൈമും ഡോക്ടറിനെ കൊണ്ട് കാണിക്കുമ്പോഴും അവർ ഓരോ പേര് പറയും, ഓരോ മരുന്ന് തരും. പക്ഷെ അതൊന്നും മാറിയിട്ടില്ലായിരുന്നു. ഇത് ഞാൻ ഉടമ്പടിക്ക് വെച്ച നിയോഗമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ പൂശി. ഇതെപ്പോഴാണ് പോയെന്നും എനിക്കറിയത്തില്ല. ഇത് പിന്നെ നോക്കുമ്പോൾ ഡിസപ്പിയർ ആയിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത്. ഈശോയ്ക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഡേറ്റ് കിട്ടാൻ തുടങ്ങിയത് ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അനുസരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പത്രം ഞാൻ ആദ്യം കൊടുക്കാൻ ഭയങ്കര ഷൈ ആയിരുന്നു. ഫസ്റ്റ് ടൈമിൽ ഞാൻ പള്ളിയിലാണ് കൊണ്ടേ കൊടുത്തത്. പള്ളിയിലാകുമ്പോൾ എല്ലാവരും ക്രിസ്ത്യൻസ് ആണല്ലോ, എല്ലാവരും വാങ്ങിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പള്ളിയിലാണ് കൊടുത്തത്. പിന്നെയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും എല്ലായിടത്തും പത്രം ഞാൻ കൊടുത്തു. നല്ല രീതിയിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. ഒരു ദിവസം ഞാൻ 60 പത്രം വരെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുകൊണ്ടാണ്. ആക്ച്വലി കൊടുത്ത് തീരുമ്പോഴത്തേക്കും നമ്മുടെ തൊണ്ടയൊക്കെ പൊട്ടിപ്പോകും. പറഞ്ഞ് നമ്മുടെ വായിലെ വെള്ളമൊക്കെ പറ്റിപ്പോകും. എന്നാലും ഞാൻ എൻ്റെ കയ്യിലുള്ള പത്രം ഞാൻ ആ ഒരു ഡേ ഫുള്ള് തീർക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിൻ്റെ ടൈമിൽ ഞാനിവിടെ വന്ന് ഓരോ മാസവും ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു. ഞാൻ എക്സാം ടൈമിൽ കൊച്ചിയിലായിരുന്നു. അപ്പം എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് ഫുഡ് ഞങ്ങൾ മെട്രോൻ്റെ അടിയിലുള്ള ആൾക്കാർക്ക് കൊണ്ടേ കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ സാറ്റർഡേയും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോവും. അവരുടെ കുളിപ്പിക്കുക, അവരെ നഖം വെട്ടിക്കൊടുക്കുക, അങ്ങനെ അവിടെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യും. അവിടെ ഞങ്ങളുടെ ഏരിയയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഓൾഡ് ഏജ് ഹോമിലും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ ബൈബിൾ വായിക്കും. 2 വീക്സ് കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും.
ഡെയിലി എനിക്ക് ആദ്യം പേഴ്സണലായിട്ടുള്ള പ്രേയേഴ്സൊക്കെ കുറവായിരുന്നു. ഇപ്പം ഞാൻ ഒരു 3 റോസറി ഞാൻ മിനിമം ചെല്ലും. പിന്നെ എനിക്ക് മാതാവിനോട് ആദ്യമേ ഭക്തി ഉണ്ടായിരുന്നു, പക്ഷേ ഈശോയായിട്ട് എനിക്ക് അത്ര വലിയ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കിപ്പോൾ എൻ്റെ ഈശോയെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനും മാതാവിനെ നന്ദി പറയുന്നു. 1 പത്രോസ് 2:2 രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. മകൾ പ്രത്യേകം സൂചിപ്പിച്ച ഒരു കാര്യം, ആദ്യകാലത്ത് ഞാൻ പള്ളിയിലായിരുന്നു കൃപാസനം പത്രമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ ഒരുപക്ഷെ കൂടുതൽ പേരും അങ്ങനെ ചെയ്യുന്നവരാകും. അത് നമ്മുടെ കംഫർട്ട് സോണാണ്. നമുക്ക് സുരക്ഷിതമായൊരിടം, നമ്മളെ അറിയുന്നവർ, നമ്മൾ കൊടുത്താൽ തിരസ്കരിക്കാത്തവർ, ഒരുപക്ഷെ അത് ആവശ്യമില്ലാത്തവർ, അവർക്ക് നമ്മളിത് കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ഒഴിവാക്കുന്ന രീതിയാണ്. എന്നാൽ ഇത് സുവിശേഷ പ്രവർത്തനമെന്നാണ് ജോസഫ് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സുവിശേഷ പ്രവർത്തനം അത് അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള പദ്ധതിയാണ്. അതുകൊണ്ടാണ് തെരുവിലേക്ക് പോകണം, ബസ് സ്റ്റാൻഡുകളിലേക്ക് പോകണം, റെയിൽവേ സ്റ്റേഷനിൽ പോകണം, അപരിചിതർക്ക് കൊടുക്കണം, ക്രിസ്തുവിനെ അറിയാത്തവരിലേക്ക് നമ്മൾ പോകണമെന്ന് പറയുന്നത്. അത് കുറേ കൂടി റിസ്ക് ഉള്ളതാണ്. അത് കുറേ കൂടി നമ്മളിൽ നിന്നും ഒരു ദൈവസ്നേഹം, നല്ല മനസ്സ്, ധൈര്യം ആവശ്യപ്പെടുന്നതാണ്. അത് പ്രേക്ഷിത പ്രവർത്തനം അത് അർത്ഥപൂർണമാവുക, ഫലദായകമാവുക നമ്മൾ എത്രത്തോളം അത് അറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തോടെ ഓരോ ഇടങ്ങളിലേക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവം ഇടപെടുന്ന മേഖലകളെയും ദൈവത്തിനരികിലേക്ക് വരുവാൻ പറ്റുന്ന സാധ്യതകളെയും പറഞ്ഞ് നാം അത് നിർവഹിക്കുമ്പോഴാണ്. മകൾ പറയുന്നുണ്ട്, ഒരു ദിവസം 60 പത്രം വരെ ഞാനിത് കൊടുക്കുമായിരുന്നു. ഓരോരുത്തർക്കും പറഞ്ഞ് ഞാൻ കൊടുക്കുമായിരുന്നു. എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റിയാൽ പോലും ഞാനത് അമ്മ മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണ ആലയത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, അമ്മ ഇടപെടുന്ന ജീവിതങ്ങളെക്കുറിച്ച്, ഈശോയെ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ച് അതെല്ലാം പറഞ്ഞ് ഓരോരുത്തരോടും തെരുവിൽ പോയി, ഓട്ടോറിക്ഷക്കാരെ കണ്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി, ബസ് സ്റ്റാൻഡിൽ പോയി, മറ്റിടങ്ങളിൽ പോയി ഞാനിത് കൊടുത്തുകൊണ്ടിരുന്നു. അതൊരു അല്പം കൂടി സമർപ്പണം ആവശ്യമുള്ളൊരു ജീവിത രീതിയാണ്. നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ പലപ്പോഴും മെറിറ്റായി മാറുന്നത് നമ്മുടെ സമർപ്പണത്തിലാണ്. എത്ര കണ്ട് നമ്മുടെ സ്റ്റാറ്റസ് താഴ്ത്തിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുന്നതിന് വേണ്ടി എന്തൊരു നാണക്കേടോ റിസ്കോ, മറ്റുള്ളവർ നമ്മളെ എന്ത് കരുതുമെന്ന് പോലും കരുതാതെ ഇറങ്ങി പുറപ്പെട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളെ വ്യാപരിക്കുന്നുവോ അത് നമുക്ക് വലിയ തോതിൽ നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കും, ജീവിത വിഷയങ്ങൾക്ക് തീരുമാനങ്ങൾ തരും, പരീക്ഷകൾക്ക് വിജയം നൽകുന്നുണ്ട്. ഒത്തിരി മക്കൾ ഈ അൾത്താരയിൽ പറയും, ഞങ്ങൾ എപ്പോഴൊക്കെ ഞങ്ങളുടെ ആ സുരക്ഷിത കവചത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പുറപ്പെടുകയും അമ്മ മാതാവിനെയും ഈശോയെയും കുറിച്ച് പറയുവാൻ ധൈര്യപ്പെടുകയും ചെയ്തുവോ ആ നിമിഷം മുതൽ ഞങ്ങളുടെ ജീവിതത്തിന് നിരന്തരമായ ദൈവിക ഇടപെടലുകളായിരുന്നുവെന്ന മകൾ അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. അതുപോലെ തന്നെ മകൾ പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും കൂടുതൽ വിശ്വാസത്തിൽ വളരുവാനായിട്ട്, കൂടുതൽ ഈശോയെ സ്നേഹിക്കുവാനായിട്ട്, കൂടുതൽ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, ജപമാലകൾ കൂടുതൽ ചൊല്ലുവാനായിട്ട് അമ്മ മാതാവ് ഉടമ്പടി ജീവിതത്തിലൂടെ മകളെ സഹായിക്കുകയും മകളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് അടുത്ത നാളുകളിൽ വിദേശത്ത് പഠനത്തിനും ജോലിക്കും പോകുവാൻ വഴിയൊരുക്കി കൊടുക്കുകയും ചെയ്തുവെന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സാധ്യമാണ്. ഉടമ്പടിയെ നമ്മൾ ആദരിക്കുകയും ഉടമ്പടി ജീവിക്കുവാൻ നമ്മൾ നിരന്തരം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവിൻ്റെ ശക്തമായ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാകും. ഈ മകൾക്ക് അമ്മ മാതാവ് നൽകിയ ഭാരങ്ങളെ ലഘൂകരിച്ച് രോഗം സൗഖ്യപ്പെടുത്തി ക്ലേശങ്ങൾ അകറ്റിക്കൊടുത്ത് അമ്മ മാതാവ് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.